നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. കത്വ ഫണ്ട് തിരിമറിയും കേസ് നടത്തിപ്പുമായി ഉയർന്ന വിവാദങ്ങളിൽ തെളിവ് പുറത്തുവിട്ട മുസ്ലിം ലീഗ്. കേസിൽ അഡ്വക്കേറ്റ് മുബീൻ ഫറൂഖി ഹാജരായെന്നും നേതാക്കൾ പറഞ്ഞു. ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ വൈകാതെ പുറത്തുവിടും. ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ യൂത്ത് ലീഗിന്റെ വാദമുഖങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമെന്ന് മന്ത്രി KT ജലീലും പ്രതികരിച്ചു. കട്വ കേസ് നടത്തിപ്പിനായി അഭിഭാഷകർ പണം വാങ്ങിയിട്ടില്ലെന്ന് സുപ്രീം കോടതിയിലടക്കം കേസ് വാദിച്ച അഭിഭാഷക ദീപക് സിംഗ് റജാവത്ത് വെളിപ്പെടുത്തിയിരുന്നു. യൂത്ത് ലീഗിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് മുബീൻ ഫറൂഖിക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ല ദീപികയുടെ പരാമർശവും രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തി. യൂത്ത് ലീഗിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നതോടെ മുബീൻ ഫറൂഖിയുടെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ നേതാക്കൾ പുറത്തുവിട്ടു. അവർ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്, ഫാദറുടെ കൂടെ ഇറങ്ങി വരുന്ന പടമുള്ള ന്യൂസാണ്. കത്വ വിക്ടിമിൻ്റെ അച്ഛനാണത്. കത്വ വിക്ടിമിൻ്റെ അച്ഛൻ്റെ കൂടെ ഉള്ളത്. പിന്നെ അന്ന് ബ്രീഫ് ചെയ്യുന്നത് മുബീനാണ്. ഇതാ പത്താൻകോട്ട് കോടതി മീഡിയാസിനെ ബ്രീഫ് ചെയ്യുന്നത് മുബീനാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ വളരെ അയച്ചാൽ എല്ലാവരുടെയും കിട്ടിക്കൊടുക്കുന്നു. കട്വ കേസിലെ ഇരയെ സഹായിക്കാനായി സമാഹരിച്ച ഫണ്ടിലെ ക്രമക്കേടുകളെ കുറിച്ച് ആരോപണം ഉയരുമ്പോഴും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നേതാക്കൾ പുറത്തുവിട്ടിട്ടില്ല. സ്റ്റേറ്റ്മെൻറ്റായിട്ട് മുന്നോട്ട് വരാൻ ഞങ്ങൾ തയ്യാറാണ്. പുറത്തുവിടാൻ തയ്യാറാണ്. ഞങ്ങൾ കേസിന് ഫണ്ട് ചെലവഴിച്ചതിൻ്റെ ചെക്ക് നമ്പർ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ കാശ് ചെലവഴിച്ചതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിടും. കോഴിക്കോട്ടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിലെ അക്കൗണ്ട് പരിശോധിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുമെന്ന് മന്ത്രി KT ജലീൽ പറഞ്ഞു. പണം ചെക്കായും അല്ലാതെയും കൈമാറിയെന്നാണ് യൂത്ത് ലീഗ് നേതാക്കളുടെ വാദമുഖം. റിപ്പോർട്ടർ, കോഴിക്കോട്. ശ്രീ ഒ അബ്ദുള്ള, മുതിർന്ന മാധ്യമപ്രവർത്തകൻ സുഭാഷ് ചന്ദ്രൻ, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് TB മിനി എന്നിവർ ചർച്ചയിൽ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ലാൽകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഒ അബ്ദുള്ളയിലേക്ക്. ശ്രീ ഒ അബ്ദുള്ള, ഇപ്പോൾ ഒരാഴ്ചത്തോളമായി കത്വ ഉന്നാവോ പെൺകുട്ടികളുടെ കേസുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിവ് നടത്തുകയും അതിൽ തട്ടിപ്പുണ്ടായി എന്നുള്ള വിവാദം ഉയർന്നു വന്നിട്ട് ഇതിലൊരു ക്രമക്കേടുണ്ടെന്ന് സംശയിക്കാവുന്ന നിലയുണ്ടോ? അല്ല, സംഭവം കേൾക്കുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. നമ്മൾ സാധാരണ പറയുന്നൊരു വാചകമുണ്ട്, സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതരായിരിക്കണം. പാണക്കാടുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് തുടർച്ചയായി വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ്. പക്ഷെ ഞാനൊരു ആരോപണം ഉന്നയിക്കാൻ തയ്യാറില്ല. രണ്ടു കൂട്ടർ വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് വന്നതായ ഒരു വാർത്ത, കേരളത്തിലെ തന്നെ അടിമേൽ മറിക്കുന്ന രീതിയിൽ പ്രളയം ഉണ്ടായിട്ട് ആ പ്രളയത്തിന്റെ സംഖ്യയിൽ നിന്ന് വലിയൊരു സംഖ്യ വെട്ടിപ്പ് നടത്തിയ ഇടതുപക്ഷം. ഈ ഇടതുപക്ഷമാണ് ലീഗിനെതിരെ വലിയ തോതിൽ ഇതൊരു ക്യാമ്പയിനായിട്ട് ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. അപ്പൊ അവരെ കോടതി ശിക്ഷിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 10-15 ലക്ഷങ്ങൾ പ്രളയത്തിനതിൽ നിന്ന് വരെ. അപ്പൊ ഈ പണ്ട് നമ്മൾ ഹിന്ദിയിലൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ഹമാം കാനേമേ സബ് നംഗേ ഹൈ, ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഇപ്പോൾ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് ആസന്നമായ സന്ദർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ വളരെ കരുതേണ്ടതുണ്ട്. ഇപ്പൊ PK ഫിറോസ് എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അന്ന് KT ജലീലിനെ വേട്ടയാടിയ വിധം, സ്വർണ്ണക്കടത്തുമായി പല പ്രശ്നങ്ങളും ഇവിടെ കേരളത്തിൽ ഉണ്ടായി. അതില് പലരും നമ്മുടെ ശിവശങ്കറിനെ പോലുള്ള ആൾക്കാർ, സ്വപ്ന, ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. പക്ഷെ അതിൽ KT ജലീലിന്റെ റോള് ഇതങ്ങോട്ട് കൊടുക്കൂ, ഈ മുസ്തഫ അങ്ങോട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോ അതിന്മേൽ പിടിച്ചു കയറിയിട്ട് യൂത്ത് ലീഗിന്റെ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞത് എന്താ, ഖുർആൻ എടപ്പാളിലേക്ക് കൊണ്ടുപോയി, സ്വർണം വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി എന്നാ. അതായത് അത്രയും കിലോ കണക്കിൽ സ്വർണം ഇവിടെ വന്നിരിക്കുന്നു എന്ന് യാതൊരു മര്യാദയും ഇല്ലാതെ PK ഫിറോസും കൂട്ടരും അന്ന് വലിയ തോതിൽ പ്രചരണം നടത്തി. ഞാനന്ന് പോസ്റ്റ് ഇട്ടു, പറഞ്ഞു, ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഒരു മുസ്തഫ് എന്നാണ് ഖുർആൻ, ഇതങ്ങോട്ട് കൊടുക്കൂ, ഇവർക്ക് വിതരണം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് മുഴുവനും സ്വർണമാണ് എന്നൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ കരുതേണ്ടതാണ് ഇത് കൊല്ലത്ത് കിട്ടും. ഇപ്പൊ കൊല്ലത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വസ്തുതാപരമായി ഇത് എത്രത്തോളം ശരിയാണെന്ന് തീർത്തു പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇത്തരത്തിലുള്ളതായ ആരോപണങ്ങൾ പലപ്പോഴും, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാധ്യമ ദിനപത്രത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഗുജറാത്ത് പിരിവ് നടക്കുന്നത്. അന്ന് മുസ്ലിം ലീഗിന് ഉത്തരവാദപ്പെട്ട ആൾക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ പണം ഏൽപ്പിക്കുന്നു, ലീഗിനെ ഏൽപ്പിക്കാതെ. അന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ പാർട്ടി പിരിവ് നടത്തുന്നില്ല, ഈ അക്കാര്യത്തെ ഞങ്ങൾക്ക് അതുപോലെ വിശ്വസിക്കാൻ പറ്റൂല. അപ്പോൾ അതാ പറഞ്ഞത്, സംശയത്തിന് അതീതമായിരിക്കണം എന്ന് മാത്രമല്ല, വലിയ തോതിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ക്രമക്കേടുകളും കൃത്യവിലോപങ്ങളും
സംഭവിച്ചു കൊണ്ടിരിക്കുന്നു തുടർച്ചയായി. അതിന് ഈ നോക്കൂ ശ്രീ ഒ അബ്ദുള്ള, ഇതിൽ പ്രധാനമായും ഉയരുന്ന നോക്കൂ ശ്രീ ഒ അബ്ദുള്ള, ഇതിൽ പ്രധാനമായുമുള്ള പ്രശ്നം ഇപ്പോൾ ഈ ബാങ്ക് രേഖകൾ പുറത്തുവിട്ടാൽ തീരാവുന്ന ഒരു പ്രശ്നമാണുള്ളത്. 2018 നടന്ന സംഭവമാണ്, 2018 നടന്ന പണപ്പിരിവാണ്. ഈ 2018 നടന്ന പണപ്പിരിവിന്റെ കണക്കുകൾ ഇതുവരെയും സംഘടനയിൽ പോലും ബോധിപ്പിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയോ ചില ക്രമക്കേടുകളും കൈയിട്ടുവാറലുകളും നടന്നിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ശ്രീ ഒ അബ്ദുള്ള? തീർച്ചയായും ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്നൊക്കെ ചില പ്രയോഗങ്ങൾ ഷേക്സ്പിയറിനൊക്കെ കണ്ടെടുത്തുകൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെ പച്ചയായിട്ട് ചീഞ്ഞു നാറുന്നുണ്ട്. എന്തുകൊണ്ട് അടിക്കടി പത്രസമ്മേളനം നടത്തുന്നതായി യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി വരുന്നില്ല പത്രസമ്മേളനമായിട്ട്? അദ്ദേഹം വസ്തുതകൾ അണിനിരത്തട്ടെ. അദ്ദേഹത്തിന് പറയാലോ, ഇടതുപക്ഷം അഭിമന്യുവിന്റെ പേരിൽ പിരിച്ചതായ കാശ് മുഴുവനും എവിടെ ചെലവഴിച്ചു, വകമാറി ചെലവഴിച്ചില്ലേ, ഇന്ന് ഇതുപോലെ ശിക്ഷിക്കപ്പെട്ടില്ലേ എന്നൊക്കെ അദ്ദേഹത്തിന് പറയാം. കൂട്ടത്തിൽ ഈ കണക്കൊന്ന് അവതരിപ്പിക്കട്ടെ. കണക്ക് അവതരിപ്പിക്കാതെ ആളുകൾ സംശയത്തിന്റെ ഇതിൽ നിർത്തുകയും വെറുതെ ഇത്തരത്തിലുള്ള സന്ദർഭം ഇനിയും ഇന്ത്യയിൽ ആവർത്തിച്ചുകൂടായില്ല. അപ്പോൾ വേണമല്ലോ നമുക്ക് ജനങ്ങളെ സമീപിക്കുക, ജനങ്ങളോട് എങ്ങനെ കാശ് ചോദിക്കുക. ഇவ்விധത്തില് ഇങ്ങനെ ക്രമക്കേടുകൾ നടത്തിയിട്ട് എന്നിട്ട് ഞാനല്ല അവനാണ് ഇവനാ പറയേണ്ടതെന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? തീർച്ചയായും അതിലൊരു അർത്ഥവുമില്ല. സ്വാഭാവികമായും ജനങ്ങൾക്ക് മുന്നിൽ, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ദുരന്തത്തിന്റെ പേരിൽ ജനങ്ങളുടെ മുഴുവൻ സഹതാപം അത് വലിയ രീതിയിൽ പണപ്പിരിവായി നടത്തിയതിനു ശേഷം അത് ജനങ്ങൾക്ക് മുന്നിൽ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീ ഒ അബ്ദുള്ള, ദയവായി തുടരുക. ശ്രീ സുഭാഷ് ചന്ദ്രൻ അഭിഭാഷകൻ കൂടി ചേരുന്നു. ശ്രീ സുഭാഷ് ചന്ദ്രൻ, നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ നടത്തുന്ന ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് യൂത്ത് ലീഗ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുബീൻ ഫറൂഖി ഈ കേസിൽ ആരുമല്ല എന്നുള്ളതാണല്ലോ. ആ വാദം ഞങ്ങളുടെ പൊളിച്ചു കളയുന്നു. മുബീൻ ഫറൂഖിക്ക് ഈ കേസിൽ ഉണ്ടായിരുന്ന ഇൻവോൾവ്മെന്റ് എന്തൊക്കെയാണ് എന്നുള്ളതിന് ഞങ്ങളുടെ രേഖകൾ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വാർത്താ സമ്മേളനം നടത്തിയത്. പക്ഷേ മുബീൻ ഫറൂഖിക്കും അപ്പുറത്തേക്ക് ബാങ്ക് രേഖകൾ ഞങ്ങൾ വൈകാതെ പുറത്തുവിടും എന്നും പറയുകയുണ്ടായി. അവർക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ ഓരോന്നിലും ക്ലാരിഫൈ ചെയ്തു പോവുകയാണ് എന്നാണ് യൂത്ത് ലീഗ് ഇപ്പോൾ സൊസൈറ്റിക്ക് മുന്നിലേക്ക് വെക്കുന്ന നരേഷൻ. ശ്രീ സുഭാഷ് ചന്ദ്രൻ. അപർണ, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കേസ് ഉയർന്നു വരുന്ന സമയത്ത് തന്നെ ഇത് വളരെ സാഹൂതം പ്രതീക്ഷിച്ച ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ, ഈ പറയുന്ന നിയമസഹായത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നു. നിയമസഹായം, ഇത്തരത്തിലുള്ള ഇരകൾക്ക് നിയമസഹായം, പിന്നെ കോടിക്കണക്കിന് രൂപ പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെ പിരിക്കുകയും അത് കൃത്യമായി എത്താതെ പോകുന്ന പാവപ്പെട്ട ആളുകൾ കൊടുക്കുന്നത്. ഈ കേസിനകത്താണെങ്കിൽ വിശ്വാസികൾ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് 50, 100, 500 രൂപ ആണ് കൊടുക്കുന്നത്. അവരെ സംബന്ധിച്ച് പിന്നെ അത് ചോദിക്കുന്നില്ല, അതിന്റെ അക്കൗണ്ടബിലിറ്റി ഇല്ല. പക്ഷെ ഇങ്ങനെ വരുന്ന പണം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ്. സ്വാഭാവികമായും ഒരു വിചാരണ കോടതിയിൽ എന്താണ് ഈ ഫാറൂഖി എടുത്ത പിന്നെ റോള് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലീഗലി നോക്കുന്ന സമയത്ത് ഇതിനകത്ത് അഭിഭാഷകരുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു വിചാരണ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഏതൊരു കേസിന്റെയും ക്രിമിനൽ കേസിന്റെ വിചാരണയ്ക്കകത്ത് അതിൽ ഇരയ്ക്ക് വേണ്ടി ഹാജരാവുക പ്രോസിക്യൂഷനാണ്. അത് ചില പ്രത്യേക കേസുകൾക്കകത്ത് ചിലപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഗവൺമെന്റ് വെക്കും. ഈ കേസിനകത്ത് 4 പേരടങ്ങുന്ന സംഘത്തെയാണ് പത്താൻകോട്ടിൽ നിന്നുള്ള 2 അഭിഭാഷകരും ജമ്മു ക്രൈംബ്രാഞ്ചിന്റെ ഭാഗമായുള്ള 2 അഭിഭാഷകരും ഉൾപ്പെടെയുള്ള ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം വിലയിരുത്തുന്നത് 4 അഭിഭാഷകർ അടങ്ങുന്ന സംഘത്തെ അവർക്ക് മാത്രമേ കോടതി കേസ് വാദിക്കാൻ പറ്റൂ. അവർക്ക് മാത്രമേ ഈ പറയുന്ന സാക്ഷികളെ, ഏതാണ്ട് 145-ലധികം വരുന്ന സാക്ഷികളാണ് ഈ കേസിനകത്തുള്ളത്, അവരെ വിസ്തരിക്കാൻ ഇവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന ഇരയുടെ അഭിഭാഷകൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ പ്രോസിക്യൂഷൻ അസിസ്റ്റ് ചെയ്യുക, കോടതി മുറിക്കകത്ത് എണീച്ചു നിന്നൊരു വാക്ക് പറയാനുള്ള അധികാരം ഇവർക്കില്ല. ഇത് 2019 സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിൽ പ്രൈവറ്റ് ലോയർക്ക് ഒരു ക്രിമിനൽ വിചാരണയ്ക്കകത്ത് ഇടപെടാൻ സാധിക്കുകയില്ല. അപ്പൊ സ്വാഭാവികമായും ഒരു കോടതി മുറിക്കകത്ത് പോയിരിക്കാൻ വേണ്ടി മാത്രമാണോ ഈ പറയുന്ന 10 ലക്ഷം രൂപ കൊടുത്തത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഈ കോടതിയുടെ വ്യവഹാരങ്ങളെ കുറിച്ചുള്ള ഒരു അറിവിലേക്കായാണ് ഈ ദീപിക സിംഗ് രജാവത്തിന്റെ റോൾ അപ്പോൾ എന്തായിരുന്നു? ദീപിക സിംഗ് രജാവത്ത് ഇരയ്ക്ക് വേണ്ടി ഒരു സമയത്ത് വലിയ രീതിയിൽ പൊതുമധ്യത്തിലേക്ക് വന്ന ഒരു അഭിഭാഷകയായിരുന്നല്ലോ. സംഘപരിവാറിന്റെ വധഭീഷണി ഉൾപ്പെടെ ഉണ്ടായ ഒരു അഭിഭാഷകയാണല്ലോ ശ്രീ സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ ദീപിക സിംഗ് രജാവത്തിന്റെ റോൾ എന്തായിരുന്നു? അവിടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഈ കേസിന്റെ നാൾവഴികൾ നമ്മൾ പരിശോധിക്കണം. ഈ കേസ് ഉയർന്നു വരുന്ന സമയത്ത് ഈ ഒരു വിഭാഗം, ഒരു ഹിന്ദു വിഭാഗമാകെ തന്നെ ഈ പൂജാരി ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള പിന്നെ അമ്പലവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് ഇതിനകത്ത് പ്രതികർക്കപ്പെട്ട് തന്നിരുന്നത്. അപ്പൊ ഇവർക്ക് എതിരായി ഒരാളെ പോലും ഹാജരാകാൻ പാടില്ല എന്നുള്ള നിലയ്ക്കുള്ള നിലപാട് പിന്നെ ആ ജമ്മുവിലെ ഹൈക്കോടതി ഈ പറയുന്ന ബാർ അസോസിയേഷൻ എടുക്കുകയാണ്. ഒരാൾ പോലും ഇതിനകത്ത് പോകാൻ പാടില്ല. അങ്ങനെ പോകുന്ന സമയത്ത് അവരെ തടയുകയാണ്. ദീപിക സിംഗ് രജാവത്ത് ഉൾപ്പെടെയുള്ള ഇരകളുടെ അഭിഭാഷകരെ തടയുന്ന സാഹചര്യം അത് വലിയ വാർത്തയായി വന്നു.
അങ്ങനെയാണ് ഒരു അഭിഭാഷകരുടെ ഒരു സംഘം സുപ്രീം കോടതി മുമ്പാകെ പിന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയുടെ മുമ്പാകെ ഈ വിഷയം പിന്നെ മെൻഷൻ ചെയ്യുന്നത്, ഒരു സുപ്രഭാതത്തിൽ മെൻഷൻ ചെയ്യുന്നത്, ഈ വാർത്ത വന്നതിന്റെ പിറ്റേ ദിവസം മെൻഷൻ ചെയ്യുന്നത് ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്യുകയും സുപ്രീം കോടതി ഇടപെടുകയും പിന്നീട് ഒരു ട്രാൻസ്ഫർ പെറ്റീഷൻ, CBI എൻക്വയറിയും ട്രാൻസ്ഫർ പെറ്റീഷനും ഇരയുടെ ഭാഗത്ത് നിന്ന്, ഇരയുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് സുപ്രീം കോടതി മുമ്പാകെ വരികയാണ്. ആ കേസ് ഫൈറ്റ് ചെയ്തിരുന്നത് ദീപിക സിംഗ് രജാവത്താണ്. അതിനകത്ത് ഹാജരായത് ഇന്ദിരാ ജയ്സിംഗിനെ പോലെയുള്ള പ്രഗത്ഭരായ അഭിഭാഷകരാണ്. ആ കേസിനകത്ത് CBI അന്വേഷണം എന്നുള്ള ആവശ്യം പിന്നെ സുപ്രീം കോടതി അംഗീകരിച്ചില്ലെങ്കിലും കേസ് ജമ്മുവിൽ നിന്ന് പഠാൻകോട്ടിലേക്ക് മാറ്റുന്നു. ഇതിനു മുമ്പ് ജമ്മു ഹൈക്കോടതിയിൽ ദീപിക സിംഗ് രജാവത്ത് ഇരയുടെ കുടുംബത്തിന് വേണ്ടി ഫൈറ്റ് നടത്തി അതിനുശേഷമാണ് സുപ്രീം കോടതിയിലേക്ക് വരുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇരയുടെ കുടുംബത്തിന്റെ വക്കാലത്ത് അവർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ഈ വിചാരണ നടപടികൾ തുടങ്ങുന്ന സമയത്ത്, സെഷൻസ് കോടതിക്കകത്ത് വിചാരണ നടപടികൾ തുടങ്ങുന്ന സമയത്ത് ദീപിക സിംഗ് രജാവത്ത് ആയിരുന്നെങ്കിൽ പോലും അവർക്കും ചെയ്യാൻ കഴിയുക ഈ പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്യുക എന്ന് മാത്രമാണ്. രണ്ട്, ദീപിക ഈ കേസ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം ചെയ്തിരുന്നത് പൂർണ്ണമായും പ്രബോണ സൗജന്യമായിരുന്നു. അങ്ങനെ സൗജന്യമായി ചെയ്തിരുന്ന ഒരു അഭിഭാഷകയെ ഈ വക്കാലത്ത് മാറ്റിക്കൊണ്ട് ആരും അറിയാത്ത മുബീൻ ഫാറൂഖ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകന് കൊടുക്കുകയും ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന് ഫീസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ദീപിക സിംഗ് രജാവത്ത് ഇത് പ്രബോണമായി സൗജന്യമായാണ് ചെയ്യുന്നത് എന്ന് മാധ്യമ വാർത്തകൾ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനെന്നുള്ള പേരിൽ ഫണ്ട് പിരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായും അതിനുവേണ്ടി ഇരയുടെ കുടുംബത്തെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പിന്നെ ഈ പറയുന്ന മുബീൻ ഫാറൂഖിക്ക് വക്കാലത്ത് കൊടുക്കുകയാണ്. അദ്ദേഹം 10 ലക്ഷം രൂപ ഫീസായി വാങ്ങി എന്ന് പറയുന്ന സമയത്ത് ഇനി ഒരു അഭിഭാഷകന്റെ ഫീസ് തീരുമാനിക്കുന്ന അഭിഭാഷകനാണ്. അദ്ദേഹം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലളിതമായി പറയുന്നത്, നിങ്ങൾ 25,000 രൂപയിൽ കൂടുതൽ ഒരു കൈമാറ്റം നടത്തണമെങ്കിൽ അത് ബാങ്ക് മുഖേനയേ കഴിയുള്ളൂ. ആ ബാങ്കിന്റെ പിന്നെ ട്രാൻസ്ഫർ റെസിപ്റ്റ്, ആ ബാങ്കിന്റെ ഒരു റെസിപ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ, ഒരു പിന്നെ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ പിരിച്ച പണത്തിൽ 10 ലക്ഷം രൂപ ഞങ്ങൾ നിയമസഹായത്തിന് അതായത് നോക്കൂ ശ്രീ സുഭാഷ് ചന്ദ്രൻ, അതായത് ഇപ്രകാരമാണ്. അതായത് ഇപ്പോൾ മുബീൻ ഫറൂഖി, ദീപിക സിംഗ് രജാവത്തിന് പകരം മുബീൻ ഫറൂഖിയെ അവിടെ കൊണ്ടുവരണമെങ്കിൽ അതിന് മാത്രമുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാകേണ്ടതുണ്ടല്ലോ ശ്രീ സുഭാഷ് ചന്ദ്രൻ. അതിന് മാത്രമുള്ള ഒരു ഇൻഫ്ലുവൻസ് യൂത്ത് ലീഗ് വിചാരിച്ചാൽ നടക്കുമോ? അതാണ് അപർണ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവർ പുറത്തുവിട്ട രേഖയ്ക്കകത്ത് ഈ മുബീൻ ഫാറൂഖിയുടെ പേര് കാണിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിനകത്ത് 14ാമതായി ദീപിക സിംഗ് രജാവത്തിന്റെ ഉണ്ട്. ആദ്യം ഫയൽ ചെയ്ത വക്കാലത്നാമ ദീപിക സിംഗ് ആണ്. പല സംഘടനകൾ, പഞ്ചാബ് മുസ്ലിം അസോസിയേഷൻ ഉൾപ്പെടെയുള്ള പല സംഘടനകളും കുടുംബത്തിനെ അപ്രോച്ച് ചെയ്യുകയും അവർ ഞങ്ങൾ നിയമസഹായം ചെയ്യാൻ ഞങ്ങളുടെ അഭിഭാഷകൻ എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾ അവരുടെ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുകയും അത് കോടതിയിൽ കൊണ്ട് പിന്നെ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫയൽ ചെയ്ത 17ഓളം വരുന്ന അഭിഭാഷകനിൽ ഒരാൾ മാത്രമാണ് ഈ പറയുന്ന അവർ തന്നെ പുറത്തുവിട്ട രേഖയ്ക്കകത്ത് നിങ്ങൾ നോക്കിയാൽ ഏതാണ്ട് 17ഓ 18ഓ അഭിഭാഷകരുടെ ലിസ്റ്റ് ഉണ്ട്. ഇവരാരും ആ കോടതി മുറിക്കകത്ത്, ഞാൻ ഈ യൂത്ത് ലീഗിനെ വെല്ലുവിളിച്ച് ഞാൻ പറയുകയാണ്, എന്റെ അടുത്ത് കണക്കുണ്ട് 5 തവണയിൽ കൂടുതൽ മുബീൻ ഫാറൂഖി ഏതാണ്ട് 1 വർഷത്തിലേറെ നീണ്ട ദൈനംദിന പിന്നെ വിചാരണ നടപടികളാണ് ആ കോടതിയിൽ നടന്നിട്ടുള്ളത്. 144 സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. 5 ദിവസത്തിൽ കൂടുതൽ മുബീൻ ഫാറൂഖി ആ കോടതിയിൽ പോയിട്ടില്ല. ഈ 5 ദിവസത്തിൽ കൂടുതൽ പോയിട്ടില്ല. പ്രോസിക്യൂഷനുമായി ഏതെങ്കിലും തരത്തിൽ അവരെ അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ യാതൊരു ജോലിയും ചെയ്യാതെ പിന്നെ ഇത്തരത്തിലുള്ള ഒരു അഭിഭാഷകന് ഇനി പണം കൊടുത്തു, അത് ആ പണം കൊടുത്തു എന്നുള്ള അത് നിങ്ങൾ കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. കാരണം കേരളീയ സമൂഹമാണ് നിങ്ങൾക്ക് ഈ പണം നൽകിയത്. തീർച്ചയായും അതെ അത് കേരള സമൂഹത്തെ അത് ബോധ്യപ്പെടുത്തുക തന്നെ വേണം. കാരണം പബ്ലിക് ആണല്ലോ പണം നൽകിയത്. സ്വാഭാവികമായും പബ്ലിക്കിന് മുന്നിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ ശ്രീ ലാൽകുമാർ, താങ്കൾ ഈ ചർച്ച കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് തോന്നുക യൂത്ത് ലീഗ് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ യൂത്ത് ലീഗ് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവർ ഇല്ല, നിങ്ങൾ പറയുന്നത് പോലെ ദീപിക സിംഗ് രജാവത്ത് നേരത്തെ ആക്ഷേപിച്ചതുപോലെ മുബീൻ ഫറൂഖി എന്ന് പറയുന്ന അഭിഭാഷകന് വേണ്ടി ഞങ്ങൾ അഭിഭാഷകർക്ക് വേണ്ടി 10 ലക്ഷം രൂപ ചെലവാക്കി, ഞങ്ങൾ ആകെ 39 ലക്ഷം രൂപയാണ് പിരിച്ചെടുത്തത്. 14.5 ലക്ഷം രൂപ ഞങ്ങളുടെ പക്കൽ തന്നെ ഇപ്പോൾ ഉണ്ട്. മറ്റുള്ള ചില ചിലവുകൾക്കായാണ് കുറച്ചധികം പൈസ. അങ്ങനെ 29 ലക്ഷം രൂപയോളം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായി എന്നുള്ളതാണ് യൂത്ത് ലീഗ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന വാദം. പക്ഷേ ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ കൃത്യമായി തന്നെ അതിന്റെ കണക്കുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ മുബീൻ ഫറൂഖി എങ്ങനെയാണ് ചിത്രത്തിലേക്ക് വന്നതെന്നും എങ്ങനെയാണ് മുബീൻ ഫറൂഖിക്ക് നൽകിയിരിക്കുന്നത്, ഈ ഫീസ് നൽകിയിരിക്കുന്നത് എന്നൊക്കെ വിശദീകരിച്ചല്ലോ. മൊത്തത്തിൽ ഒരു സംശയത്തിന്റെ നിഴലിലല്ലേ യൂത്ത് ലീഗ്? അതായത് ഇവർ ഈ പറയുന്നതൊന്നും പറയുന്നതൊക്കെ ബോധ്യപ്പെടുന്നതാണോ കേരള സമൂഹത്തിന്? നിശ്ചയമായും ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാം. നിശ്ചയമായും യൂത്ത് ലീഗ് ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പോയിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരള ജനതയോട് മറുപടി പറഞ്ഞേ കഴിയും. കാര്യം കത്വ എന്ന് പറയുന്ന വിഷയം ഈ രാജ്യത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച വിഷയമാണ്.
അത് ആ കുട്ടിക്ക് നീതി കിട്ടാനായിട്ട് ഇവിടുത്തെ ജനസാമാന്യം ഒന്നിച്ചു നിൽക്കുകയും യൂത്ത് ലീഗ് വഴിയാണ് പൈസ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ യൂത്ത് ലീഗ് ഫണ്ട് സമാഹരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ ഒരു നിലപാടെടുക്കുന്ന, അല്ലെങ്കിൽ അവരോട് സുവ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ബാധ്യത അത് യൂത്ത് ലീഗിനുണ്ട്. നിങ്ങൾ നോക്കൂ, ഇപ്പം അപർണ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, ഇതിന്റെ എൻറ്റയർ എപ്പിസോഡിന്റെ കൺഫ്യൂഷൻസ് മാറാൻ ഒറ്റ കാര്യം മതി. ഇവരുടെ ബാങ്ക് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് തന്നാൽ മതി, അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ഒന്ന് കാണിച്ചാൽ മതി. അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? അവർ വന്നിരുന്ന എല്ലാ ദിവസവും വന്നിരുന്ന വാർത്താ സമ്മേളനം നടത്തി കുറെ ഗിമ്മിക്കുകൾ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ ആ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് തരട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പൊതുസമൂഹത്തിന് തരട്ടെ എന്നുള്ളതാണ്. അത് തരാൻ അവർക്ക് പറ്റുന്നില്ല. കാര്യം എന്താണ്? ഇൻഫ്ലോ ഓഫ് മണിയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവർ ചിലപ്പം ഈ പറയുന്ന ഫറൂഖി എന്ന് പറയുന്ന അഭിഭാഷകന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ ഈ ലേഡിയുടെ പേരിൽ തന്നെ ഇട്ടിട്ടുണ്ടാകും, അവർ നിരാകരിച്ചിട്ടുണ്ട്. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അപർണ മനസ്സിലാക്കേണ്ട ഇതിനകത്ത് ഗുരുതരമായ പ്രശ്നം ഇവരുടെ ഇൻഫ്ലോ ഓഫ് മണി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. കാര്യം ഒരുപാട് പണം എത്തിയിട്ടുണ്ടാകണം. ഒരുപാട് പണം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം ശ്രീ ലാൽകുമാർ. ഒരുപാട് പണം എത്തിയിട്ടുണ്ടാകണം. ആ പണത്തിന്റെ കണക്കാണല്ലോ പുറത്തു വരുന്ന ബാങ്ക് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? പണത്തിന്റെ ഇൻഫ്ലോ അത് നിങ്ങൾ കാണിക്കേണ്ടി വരും. അപ്പം ഈ പറയുന്ന ഇവര് നമ്പറിനെക്കാട്ടിലും എത്രയോ കൂടുതൽ വന്നിട്ടുണ്ടെന്ന് ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പണം എന്ന് ജനം ചോദിക്കും. ഈ കൊടുത്ത ആൾക്കാർ ചോദിക്കത്തില്ലേ? ഇവര് വലിയ ക്യാമ്പയിൻ നടത്തി. ഇതിനനുസരിച്ച് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ പെരുമാറണ്ടേ? നിങ്ങൾ ഈ മുസ്ലിം ലീഗിന്റെ കുറെ നാളായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ലീഗിന്റെ അസോസിയേറ്റഡ് ബ്രാഞ്ചസിന്റെ ഓഫ് ഷൂട്ടുകൾക്ക് എല്ലാം ഒരു പ്രത്യേകത, ഈയിടെയായിട്ട് മുക്കുന്ന പരിപാടി മാത്രമേ അവർക്കുള്ളൂ. ഇപ്പൊ നമ്മൾ കമുറുച്ചായിൽ കണ്ടു, അല്ലെങ്കിൽ കമറുദ്ദീനിൽ കണ്ടു, പാലാരിവട്ടം പാലത്തിൽ കണ്ടു, പല പല കേസുകളിൽ നമ്മൾ കണ്ടു. ഞാൻ അതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നത് ഇതൊക്കെ ഉയർന്നു വന്ന വിഷയമായതുകൊണ്ടാണ്. പക്ഷെ ഇതൊരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കുട്ടിയെ പൂജാരിമാർ ചേർന്ന് ഒരു അമ്പലത്തിലിട്ട് പീഡിപ്പിച്ച ഒരു വിഷയം, ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു വിഷയം, അതിൽ ആ സംസ്ഥാനത്ത് ആ കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ഒരു നാടോടി ബാലികയാകുന്നു. അത് കൂടാതെ ഈ വിഷയത്തിൽ ഈ പൂജാരിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും അവിടെ ജാഥ നടത്താനും BJPയുടെ MLA-മാരും MP-മാരും ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്രത്തോളം വലിയ വിഷയമായ ഒരു കാര്യമാണ്. ആ വിഷയത്തിൽ ഇവർ ഈ പൈസയുടെ കാര്യത്തിൽ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ നമ്മുടെ മുന്നിൽ പെരുമാറുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും കുറച്ചുള്ള കാര്യങ്ങൾ ഇവർ എന്തായിരിക്കും ചെയ്യുന്നത്? തീർച്ചയായും അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രത്യേകിച്ചും ദുരന്തങ്ങൾ ഇത്തരത്തിൽ ഇവർ ഇങ്ങനെ ക്യാഷ് ചെയ്യാൻ തുടങ്ങിയാൽ വലിയ പ്രശ്നമുണ്ടാകും. അത് സത്യമാണ്. ശ്രീ അബ്ദുള്ള, നേരത്തെ സുഭാഷ് ചന്ദ്രൻ വിശദീകരിക്കുകയുണ്ടല്ലോ. അദ്ദേഹം അഭിഭാഷകനാണ്, നിയമവിദഗ്ധനാണ്. അദ്ദേഹത്തിന് കൃത്യമായി തന്നെ ഇപ്പോൾ ഈ മുബീൻ ഫറൂഖി എന്ന അഭിഭാഷകൻ 5 തവണയിൽ കൂടുതൽ ഹാജരായിട്ടില്ല എന്നുള്ളത് അദ്ദേഹം വെല്ലുവിളിച്ച് പറയുകയാണ്. നോക്കൂ, യൂത്ത് ലീഗ് ഇപ്പോൾ സുഭാഷ് ചന്ദ്രന്റെ ഒക്കെ വാക്കുകൾ കടമെടുക്കാൻ തുടങ്ങിയാൽ നോക്കൂ, യൂത്ത് ലീഗിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തേണ്ടി വരുന്നില്ലേ ശ്രീ അബ്ദുള്ള? തീർച്ചയായും. ഞാൻ ആദ്യം മുതൽക്കേ പറഞ്ഞല്ലോ, നമ്മളെ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമാണ്. ഇവർ അതിനേക്കാൾ അധികം ആവേണ്ടതുണ്ട്. ഇതെന്താ സംഭവം, എന്താ, എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാല് ഇവിടെ ഇപ്പോ യഥാർത്ഥ വാദി പ്രതിയായതാ. ഇവിടെ ഈ അലയടിച്ചു വരുന്നതായ സംഘപരിവാർ എന്ന് പറയുന്ന ആ ഭീകരതയുടെ ഭീകരമായ മുഖമാണ് കെട്ടുവാ സംഭവം. ഒരു പെൺകുട്ടിയെ, അതും വിശുദ്ധമായ ക്ഷേത്രത്തിന്റെ അകത്ത് വെച്ച് 8 പേര് 8 ദിവസം 8 വയസ്സായ കുട്ടിയെ തുടർച്ചയായി ബലാത്സംഗം ചെയ്ത് അത് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൂടി എന്ന് പറഞ്ഞുകൊണ്ട് ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് അത് കേസാകുമ്പോൾ ബാർ അസോസിയേഷൻ തീരുമാനിക്കുകയാണ് ആരും ആ കേസ് വാദിക്കാൻ പോകാൻ പാടില്ല, ആ കേസ് വാദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മന്ത്രിമാർ, അന്ന് BJP ജമ്മു കാശ്മീർ മന്ത്രിസഭയിലെ അംഗങ്ങളാണ്, അവരവിടെ പോവാൻ പാടില്ല, സന്ദർശിക്കുന്നില്ലെന്ന് മാത്രമല്ല സന്ദർശിക്കുന്നവരെ തടയുന്നു. ഈ ദീപക് സിംഗിനെതിരെ വലിയ തരത്തിലുള്ള വധഭീഷണികൾ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രമാദമായ സംഭവം ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് ഉപയോഗപ്പെടുത്തേണ്ടത് ഇമാതിരി ബലാത്സംഗങ്ങളുടെ ഘോഷയാത്ര. ഈ ഒരു സംഭവം മാത്രമല്ലല്ലോ, ഉന്നാവ് സംഭവമൊക്കെ നമ്മൾ കണ്ടില്ലേ, പെൺകുട്ടിയെ അങ്ങ് കത്തിച്ച് കളയാണല്ലോ ചെയ്തത്. ബലാത്സംഗങ്ങളൊക്കെ പലപ്പോഴും നടന്നേക്കും. ആ സ്ത്രീ അങ്ങ് കത്തിച്ച് കളഞ്ഞു. അവിടേക്ക് പോയ പത്രപ്രവർത്തകരെ പിടിച്ച് ജയിലിലിട്ട് UAP, ആ സിദ്ദീഖ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ, അയാൾ ഇപ്പോഴും ജയിലില്ല, UAP-ആണ്. എല്ലാ അർത്ഥത്തിലും ഇവിടെ ഭീകരത കളിയാടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ എന്താ സംഭവിച്ചത്? അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയ ആൾക്കാർ
അവരുടെ ആ വിഷയമാണ് ഇവിടെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിന്റെ അർത്ഥം മുസ്ലിം ലീഗ് എല്ലാവരും തട്ടിപ്പടുത്തുന്നോ അല്ലെങ്കിൽ അവരെ കൊള്ളരുതാത്തവരാണെന്നോ ഒന്നുമല്ല. KMCC ചെയ്യുന്നതായ ഒരുപാട് മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ പ്രളയത്തിന് സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ എത്ര മുനവറലി തങ്ങളെ അന്ന് തൂക്കുമരത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എത്ര ലക്ഷങ്ങളാണ് ചെലവാക്കിയത്. ഒറ്റക്ക് എത്ര ആളുകളെയാണ് അതുപോലത്തെ ആൾക്കാരെ സഹായിക്കുന്നത്. ഇതുപോലത്തെ നിരവധി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയുടെ ഒരു അസോസിയേറ്റഡ് വിഭാഗം ആളുകൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ തീർച്ചയായും അതാണ് ഇതിൽ ശ്രീ ഒ അബ്ദുള്ള ഏറ്റവും ദയനീയമായ ഒരു സംഭവം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയിലേക്ക് സ്വാഭാവികമായും യൂത്ത് ലീഗ് ആണല്ലോ ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. യൂത്ത് ലീഗാണ് ഈ വിഷയം വിശദീകരിക്കേണ്ടത്. പക്ഷേ യൂത്ത് ലീഗിന്റെ പ്രതിനിധികളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉച്ച മുതൽ തന്നെ ഞങ്ങളുടെ ടീം ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, ഇവരെ ചർച്ചയിലേക്ക് ക്ഷണിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരാളും വരാൻ തയ്യാറാകുന്നില്ല. പലരും ഈ പല വ്യക്തിപരമായ കാര്യങ്ങൾ ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞൊഴിയുന്ന ഒരു നിലയുണ്ടായി. അതായത് വരുന്നത് ഈ വിഷയമായതുകൊണ്ട് വരുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ നമുക്ക് മനസ്സിലാകുമല്ലോ, ഞങ്ങളൊക്കെ ഈ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ, എന്തുകൊണ്ടാണ് ഇവർ ഒഴിയുന്നത് എന്ന് മനസ്സിലാകും. നമുക്കറിയാം ഇതിനോടകം തന്നെ PK ഫിറോസ് എത്ര പ്രാവശ്യം മറ്റൊരു വിവാദമാണെങ്കിൽ വാർത്താ സമ്മേളനം നടത്തേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഭൂഷണമാണോ ശ്രീ അബ്ദുള്ള? ഒരിക്കലും ശരിയല്ല. അവർക്ക് പറയാനുള്ളത് അവര് 16 അടി നീളമുള്ള നാവ് കൊണ്ട് സാധാരണ ഒന്ന് പറയാറുണ്ട്. പലപ്പോഴും ഈ ഫിറോസൊക്കെ അതിന്റെ ആശാന്മാരാ. കാരണം അവരുടെ കൈകൾ ശുദ്ധമല്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. പക്ഷെ ഞാൻ പാർട്ടിയെ അടച്ചാക്ഷേപിക്കില്ല. അന്ന് CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗിന്റെ ഏറ്റവും എല്ലാമായിരുന്ന അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആദ്യം ചെയ്ത പ്രസ്താവന, നിങ്ങൾ ഞങ്ങളെപ്പറ്റി പലതും കേൾക്കും, പക്ഷെ ഞങ്ങളെ അഴിമതി അത്തരത്തിലുള്ള ഒരു ആരോപണം നിങ്ങൾ ഞങ്ങളെപ്പറ്റി കേൾക്കുകയില്ല എന്നാണ് ആ സംഘടന നേതാവ് പറഞ്ഞിരുന്നത്. അങ്ങനത്തെ മനുഷ്യന്മാർ കെട്ടിപ്പടുത്തുണ്ടാക്കിയതാ. വളരെ വിശുദ്ധരായ MK ഹാജിനെ പോലുള്ള മനുഷ്യന്മാർ, പാണക്കാട് ശിഹാബ് തങ്ങളെ പോലുള്ള ഈ ആൾക്കാരെല്ലാം തന്നെ മഹബൂബ് മില്ലത്ത്, അതുപോലെ തന്നെ ഖായിദ മില്ലത്ത്, ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയൊരു നല്ല സംഘടനയാണ്. അത് വളരെ സെക്യുലറായ ഒരു സംഘടനയാണ്. എല്ലാ അർത്ഥത്തിലും ഈ മുസ്ലിം സമുദായത്തിലെ പലതരത്തിലുള്ള തീവ്ര ഭീകര സംഘടനകളിൽ നിന്നെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സംഘടനയാണ്. പേര് മുസ്ലിം ലീഗ് എന്നാണെങ്കിൽ പോലും ഒരു സമുദായത്തെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും ഈ കേരളീയ സമൂഹത്തിനോട് ഇണങ്ങുന്ന അവരിഷ്ടപ്പെടുന്ന സംഘടനയാണ്. പക്ഷെ അതിന്റെ ഒരു വിഭാഗം ആൾക്കാർ ഈ കിട്ടിയ അവസരങ്ങളെ ഈ തരത്തിലെല്ലാം തന്നെ ദുരുപയോഗപ്പെടുത്തുകയും ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ പറയല്ലാതെ എന്താ ചെയ്യാൻ അല്ല, നോക്കൂ ശ്രീ അബ്ദുള്ള, അത് തന്നെയാണ് ഞാനിപ്പോൾ പറയേണ്ടി വന്നത്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ടെലിഫോണിലെങ്കിലും പ്രതികരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ള മറുപടിയാണ് ആ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പലപ്പോഴും പലർക്കും വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് പലരും ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ നമുക്കറിയാമല്ലോ, ഉത്തരങ്ങൾ ഉണ്ടാകാതിരിക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെയാണല്ലോ പൊതുസമൂഹം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ കേരളം എന്ത് മനസ്സിലാക്കണം ശ്രീ അബ്ദുള്ള? അല്ല, മനസ്സിലാക്കേണ്ടത് ഇക്കാര്യത്തില് അവര് നേതൃത്വം ചെയ്യേണ്ടത് ഇതില് പറയപ്പെടുന്നത് CK സുബൈറാണ് ഇതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി. അതുപോലെ അടിക്കടി പത്രസമ്മേളനം നടത്തുകയും മറ്റുള്ളവരെ പിന്നാലെ, ഞാൻ പറയുന്നത് KT ജലീലിനെ പോലത്തെ മന്ത്രിനൊക്കെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടുകയും ചെയ്യുന്ന ഈ ആളുകളെ യഥാർത്ഥത്തിൽ പാണക്കാട്ടേക്ക് വിളിച്ച് പാണക്കാട് പോവാന്നുള്ള ഒരു പുണ്യകൃത്യത്തിന്റെ ഭാഗം കൂടിയാണല്ലോ അവരെ സംബന്ധിച്ചോളം. അവിടെ അവര് വിചാരണ ചെയ്തിട്ട് ശരിക്ക് കണക്ക് 24 മണിക്കൂറിനുള്ളിൽ കണക്ക് ബോധിപ്പിക്കണം, ജനങ്ങൾക്ക് ബോധ്യമാകും. ഇല്ലെങ്കിൽ അവരെ പിടിച്ച് സംഘടന സസ്പെൻഡ് ചെയ്യണം. എന്താ അമാനുഷികമായ വല്ല കഴിവുള്ളതിന്റെ പേരൊന്നും അല്ലല്ലോ ഓരോന്നും സെക്രട്ടറിമാരും മറ്റുമായത്. രണ്ടാളങ്ങ് മാറി നിന്നാൽ എന്താ, അവരവര് അച്ചടക്ക നടപടി എടുക്കണം. എന്തിനുള്ളത് അച്ചടക്ക നടപടി? അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ് തീർച്ചയായിട്ടും. അങ്ങനെ പല നടപടികളും ഇവിടെ പല പാർട്ടികളും എടുക്കുന്നുണ്ടല്ലോ. ശരി, വിശ്വാസം വീണ്ടെടുക്കണം. തീർച്ചയായും ഇതിൽ ഒരു അവിശ്വാസത്തിന്റെ കണിക ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദയവായി തുടരുക ശ്രീ ഒ അബ്ദുള്ള. സുഭാഷ് ചന്ദ്രൻ, ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഇപ്പോൾ താങ്കൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ക്ഷമിക്കണം. യൂത്ത് ലീഗിന്റെയോ മുസ്ലിം ലീഗിന്റെയോ പ്രതിനിധികൾ തയ്യാറാകാത്തൊരു സാഹചര്യം ഇന്നിപ്പോൾ ഉണ്ട്. അവർ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്ന് അവർ തീരുമാനമെടുത്തിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം പല കാരണങ്ങളാൽ അവർ എല്ലാവരും തന്നെ ഒഴിഞ്ഞു മാറുന്നൊരു നിലയുണ്ടാകുന്നത്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഇപ്പോൾ താങ്കൾ പറയുന്നു മുബീൻ ഫറൂഖി വന്ന വഴി പറയുന്നു. പക്ഷേ യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അവർക്ക് കുറച്ചുകൂടി സമയം കൊടുത്താൽ, അല്ലെങ്കിൽ ഈ ബാങ്ക് രേഖകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബാങ്ക് രേഖകളിൽ അവർക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്?
ഉത്തരം ഇന്നലത്തെ യൂത്ത് ലീഗിന്റെ വാർത്താ സമ്മേളനത്തിലുണ്ട്. മാധ്യമപ്രവർത്തകർ കോഴിക്കോട് ആവർത്തിച്ച് ചോദിക്കുന്ന സമയത്തും എന്നാണ് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുക എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് അവർ നൽകുന്ന മറുപടി കേരളീയ സമൂഹത്തിന് വിദ്യാഭ്യാസമുള്ള ആർക്കെങ്കിലും ബോധ്യപ്പെടുന്നതാണോ? ഞങ്ങളുടെ ട്രഷറർ തമിഴ്നാട്ടിലുകാരനാണ്, ഞങ്ങളുടെ പ്രസിഡന്റ് ഇപ്പൊ സുഖമില്ലാതിരിക്കുകയാണ്, ജോയിന്റ് അക്കൗണ്ട് ആണ്, ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി ഈ പറയുന്ന ഒരു ട്രാൻസ്ഫർ നടത്താൻ ഒരു ഓർഗനൈസേഷന്റെ അക്കൗണ്ടിൽ നിന്ന് പണം ചിലപ്പോൾ ചെക്കായി കൊടുക്കാൻ വേണ്ടി 2 സിഗ്നേച്ചേഴ്സ് വേണ്ടി വരും. പക്ഷെ അതേസമയം ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയിരിക്കുന്ന കാലത്ത് ഒരു ഓൺലൈനായിട്ട് ആവശ്യപ്പെട്ടാൽ സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന കാലത്ത് അവർ എന്ത് മറുപടിയാണ് പറയുന്നത്? അപ്പൊ അത് എപ്പോ കിട്ടുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ചിലപ്പോൾ ഈ മാസം കിട്ടിയേക്കാം അല്ലെങ്കിൽ അടുത്ത മാസം കിട്ടിയേക്കാം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് കേരളീയ പൊതുസമൂഹത്തിന് ബോധിക്കുക? മറ്റൊന്ന് ഇപ്പൊ ഈ പുറത്തു വന്ന അവര് പറഞ്ഞു 5 ലക്ഷം രൂപ ഈ കുടുംബത്തിന് കൊടുത്തു എന്ന് പറയുന്നു. ഇന്നലെ പുറത്തു വന്ന ചില രേഖകൾ, ആ രേഖകൾ പ്രകാരം കുടുംബത്തിന് 5 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർ പറയുന്നതെല്ലാം ഓരോ ദിവസവും അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺട്രഡിക്ഷൻ ആണ് ഇതിനകത്തുള്ളത്. ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പല ഘട്ടങ്ങളിലായാണ് കൊടുത്തത്. അതാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 25,000 രൂപയുടെ മേലെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് ബാങ്ക് വഴി കൊടുക്കാൻ പറ്റൂ നിയമപരമായി. അപ്പൊ സ്വാഭാവികമായും അത് രേഖയിൽ ഉണ്ടാവും. അത് എന്തുകൊണ്ട് കാണിച്ചാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. പിന്നെ ഇവർ പറയുന്നത് ഈ മുബീൻ ഫാറൂഖി വളരെ മികച്ച അഭിഭാഷകനാണ്, അദ്ദേഹമാണ് കേസ് നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ 6 പ്രതികളാണ്, 7 പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടു, ഒരാൾ ജുവനൈൽ എന്ന് പറഞ്ഞ് കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഇതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് 2 അപ്പീലുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ശിക്ഷ വധശിക്ഷയായി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ഒഴിവാക്കപ്പെട്ട ആൾക്കെതിരെ ശിക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ട് 2 അപ്പീലുകളുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികൾ അവരുടെ ശിക്ഷയെ ചോദ്യം ചെയ്തുകൊണ്ട് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ, ചണ്ഡീഗഡ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ 2020 ജനുവരി 23 ഹൈക്കോടതിയുടെ വളരെ കക്ഷികളുടെ അഭിഭാഷകർ നിരന്തരം ഹാജരാകുന്നില്ല. കഴിഞ്ഞ നിരവധിയായ അവധിക്ക് അഭിഭാഷകർ ഹാജരായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കേസ് ഞങ്ങൾ അമൈക്കസ് ക്യൂറിയെ വെക്കേണ്ട സാഹചര്യമാണുള്ളത്. അപ്പൊ ഈ അഭിഭാഷകന് 10 ലക്ഷം രൂപ കൊടുത്ത് ഇദ്ദേഹം മികച്ച രീതിയിൽ കേസ് നടത്തുന്നു എന്ന് പറയുമ്പോൾ പ്രതികളുടെ അപ്പീലിനെ ചോദ്യം ചെയ്യാൻ, അതിനെ എതിർക്കാൻ വേണ്ടി മുബീൻ ഫാറൂഖ് എന്ത് ചെയ്യാണ്? അദ്ദേഹം കോടതിയിൽ ഹാജരാകുന്നില്ല. ഹൈക്കോടതിക്ക് തന്നെ വളരെ രൂക്ഷമായ പരാമർശം. അത് മാധ്യമങ്ങൾക്കൊക്കെ വാർത്തയായി വന്നിട്ടാണ്. നിങ്ങൾക്ക് മാധ്യമങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. വേണമെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പൊ ഇത്തരത്തിൽ പണം പിരിക്കുകയും കേസിൽ ഹാജരാവാതിരിക്കുകയും ഇപ്പൊ ആ പ്രതികളെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് ഇവരുടെ ഈ അഡ്വക്കേറ്റ് ടി ബി മിനി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആദ്യം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സ്വാഭാവികമായും ഉണ്ടാകുന്ന ആദ്യത്തെ സംശയം, ഇത് എതിരാളികൾ ഉന്നയിക്കുന്ന ആക്ഷേപമല്ലേ? പലപ്പോഴും ആരോപണങ്ങൾ ഉയർത്തപ്പെടാറുണ്ട് പല വിഷയങ്ങളിലും, പല ആരോപണങ്ങളും കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസം പിന്നിടുമ്പോഴും യൂത്ത് ലീഗ് നൽകുന്ന ഒരു വിശദീകരണത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ടോ ശ്രീ ടി ബി മിനി? ശരി, മിനിയിലേക്ക് അല്പസമയത്തിനകം മടങ്ങിയെത്താം. ശ്രീ ലാൽകുമാർ, താങ്കളോട് അതേ ചോദ്യം ആവർത്തിക്കുന്നു. ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലല്ലോ, കാരണം വ്യക്തത ഇല്ലാതെയാണ് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറയുന്നു നിങ്ങൾ ദീപിക രജാവത്ത് ആദ്യം പറഞ്ഞ ഒരു ആരോപണമുണ്ടല്ലോ മുബീൻ ഫറൂഖിയെ കുറിച്ച്, അതിനുള്ള ഉത്തരം ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു ബാങ്ക് രേഖകൾ ഞങ്ങൾ വൈകാതെ പുറത്തുവിടും എന്ന് പറയുന്നു. നിങ്ങൾ ഉന്നയിച്ചതിൽ മുബീൻ ഫറൂഖി എന്ന അഭിഭാഷകൻ എവിടെയും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ ചിത്രങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറയുന്നു. ഇപ്പോഴും ക്ലാരിഫിക്കേഷനിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആശയക്കുഴപ്പം വല്ലാതെ ഉണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ ലാൽകുമാർ? അപർണ, നമുക്ക് ഈ വിഷയത്തിൽ നിശ്ചയമായും അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് നിശ്ചയമായും ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു ചർച്ച തന്നെ റിപ്പോർട്ടർ ചാനൽ വെക്കുന്നത്. നിശ്ചയമായിട്ടും നമ്മളുടെ മനസ്സിലെല്ലാം കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ അപർണ സൂചിപ്പിച്ചൊരു കാര്യം എന്താണ്? യൂത്ത് ലീഗിന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ വരാൻ തയ്യാറല്ല. എന്തുകൊണ്ട് വരാൻ തയ്യാറല്ല? മാന്യമായി കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി വന്ന് പറയുകയില്ലേ? അവർക്ക് അഭിമാനത്തോടു കൂടി എഴുന്നേറ്റ് പോകാൻ കഴിയും കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കത്വയിൽ പീഡിപ്പിക്കപ്പെട്ട ആ കുട്ടിക്ക് നീതി ലഭിക്കാൻ വേണ്ടി ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും ആ കുട്ടിക്ക് വേണ്ടി, ആ കുട്ടിയുടെ കുടുംബത്തിന് വേണ്ടി, ആ കുട്ടിക്ക് വേണ്ടി ഹാജരായിരിക്കുന്ന വക്കീലിന് വേണ്ടി പണം കൊടുക്കാൻ ഒരു സംഘടന മുന്നിൽ വരികയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി നമ്മളെ ബോധിപ്പിക്കുമ്പോൾ അഭിമാനത്തോടു കൂടി അവർക്ക് എഴുന്നേറ്റ് പോരുന്നു. പക്ഷെ ഇവിടെ അഡ്വക്കേറ്റ് സുഭാഷ് പറഞ്ഞതുമായി ചേർത്ത് തീർത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. കാര്യം അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാര്യം പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്യാനല്ലാതെ മറ്റൊരു റോളിലേക്ക് വരാൻ കഴിയില്ല എന്ന് ഇരിക്കെ അപ്പൊ പിന്നെ എന്തിനാണ് ഇവർക്ക് കാശ് കൊടുത്ത് ഇത്രയും തുക കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
സാധാരണഗതിയിൽ സ്റ്റേറ്റിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷന്റെ സൈഡാണല്ലോ, അത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും വാദിക്കുക. അത് അദ്ദേഹം പറഞ്ഞതിനകത്ത് യുക്തിയുണ്ട്. ഈ യുക്തിയൊക്കെ അല്ലെങ്കിൽ ഈ യുക്തിക്കെതിരായിട്ടുള്ള യുക്തി യൂത്ത് ലീഗ് നമ്മളോട് പറയണ്ടേ? അവർ പറയാൻ വാദിക്കാനായിട്ടുള്ള ഒരു തയ്യാറാകണ്ടേ? നിങ്ങൾ നോക്കൂ, ഇന്നിപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഒരു പടം, ഒരു ഫോട്ടോയിൽ ഈ അഡ്വക്കേറ്റ് സംസാരിക്കുന്ന ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണാം. ഒരുപാട് പത്രപ്രവർത്തകരുടെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ ഒക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇത്രയൊക്കെ മെനക്കേടുണ്ടോ യൂത്ത് ലീഗിന്? ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാണിച്ചാൽ പോരെ? ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഈ പറയുന്ന ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം കാണിച്ചാൽ മതിയെന്നേ. വേറെ എവിടുന്നേലും പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണണ്ട. അവരത് വിഷമിക്കണ്ട. നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും നാളത്തെ യൂത്ത് ലീഗിന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ, അതെല്ലാം പോട്ടെ. അതിനൊക്കെ ഉപരി ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം എത്ര? എന്റെ ചോദ്യം ഇപ്പൊ ഉണ്ടല്ലോ, ഇവര് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അല്ല പറഞ്ഞ, സത്യസന്ധമായി പറയാം. അല്ല, ശ്രീ ലാൽകുമാർ അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്താം. അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ, കോഴിക്കോടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന് പറഞ്ഞ യൂസഫ് പടനിലം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അറിയുന്നത് ഒരു അക്കൗണ്ടാണ്, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു അക്കൗണ്ടിലേക്കാണ്. അത് വിദേശത്ത് നിന്ന് ഉൾപ്പെടെ ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ബാങ്കിലേക്ക്, ആ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു അക്കൗണ്ട്, ഈ പർപ്പസിന് വേണ്ടി ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ അക്കൗണ്ട് ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ മറ്റ് അക്കൗണ്ടുകളുടെ കുറിച്ചുള്ള കൺഫ്യൂഷൻ ഇല്ല അപ്പോൾ അത് പോട്ടെ. ഞാൻ ഇതിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവര് പത്രത്തിൽ അടിച്ച് വിതരണം ചെയ്തില്ലേ? അങ്ങനൊരു കാര്യം ഇവർ ചെയ്തില്ലേ? ഈ പറയുന്ന ഇല്ലേ, ചെയ്തില്ലേ? കുട്ടിക്ക് വേണ്ടി പണം പിരിക്കുന്നു, സഹായിക്കണം, യൂത്ത് ലീഗിന് വേണ്ടിയിട്ട് ഇവർ പത്രത്തിൽ അടിച്ച് പ്രചരിപ്പിച്ചില്ലേ? പ്രചരിപ്പിച്ച ആ അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസയെ കുറിച്ച് പറഞ്ഞാൽ മതിയെന്നേ. ഇവർക്ക് വേറെ അക്കൗണ്ടും സീക്രട്ട് അക്കൗണ്ടും ഉള്ളതോ അല്ലെങ്കിൽ ബാക്കിയുള്ള അക്കൗണ്ടിൽ വന്നേക്കുന്നതിന്റെ പൈസയെ കുറിച്ചും പറയണ്ട. ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവരെ അലട്ടുന്ന പ്രശ്നം കൊടുത്തോ കൊടുത്തിട്ടില്ലയോ എന്നുള്ളതല്ല. ഞാൻ 100% നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വന്നിരിക്കുന്ന സോഴ്സ്, ഇഷ്ടം പോലെ സോഴ്സ് ഉണ്ടാകണം. ഇവര് നമ്മളോട് പറഞ്ഞിരിക്കുന്ന പണത്തിനെക്കാട്ടിലും 10 മടങ്ങ് പണം എത്തിയിട്ടുണ്ടാകണം അക്കൗണ്ടിൽ. അപ്പൊ പിന്നെ ഇതെന്തിനാണ് നിങ്ങൾ ഇത് ജനങ്ങളോട് പറയാഞ്ഞെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണം. അവരെ പോലുള്ള ആൾക്കാർ ചോദിക്കും, നമ്മളെ പോലുള്ള ആൾക്കാർ ചോദിക്കുമല്ലോ, എന്തുകൊണ്ടാണ് ഇത്രയും പണം വന്നിട്ട് നിങ്ങൾ ഇത് മിണ്ടാഞ്ഞെന്ന് നമ്മൾ ചോദിക്കും. അല്ലേ പറയും, അല്ലെ നമ്മൾ വീണ്ടും ചോദിക്കുന്നത് ബാക്കിയുള്ള തുക നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള തുക നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഡ്രോ ചെയ്ത് എന്തിനാണ് വിഡ്രോ ചെയ്തത്, ഇത്രയും തുക അവരുടെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, കുറെ നാളുകളായി ഈ നാട്ടിൽ നടക്കുന്ന ഹവാല പരിപാടികളും അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മണി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങൾ നടക്കുന്നത് ഇതുപോലുള്ള ചാരിറ്റി വർക്ക് വഴിയാണ്. കത്വയിലെ കുട്ടിയോട് എനിക്കും അപർണയ്ക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സഹതാപമാണ്, നീതിക്ക് വേണ്ടി നമ്മൾ പോരാടുന്നവരാണ്. പക്ഷെ അതിന്റെ പേരിൽ ഈ പറയുന്ന വെളിയിൽ നിന്ന് പണം വന്നിട്ടുണ്ട്, നിങ്ങൾ സൂചിപ്പിച്ച കാര്യമാണ്. ഇത് വൈറ്റാക്കാനുള്ള ശ്രമമാണോ? ഇതിന്റെ പേരിൽ വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് ചെറിയൊരു പ്രശ്നമല്ല, ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അപ്പൊ ഇവര് ഈ കത്വയിലെ പെൺകുട്ടിക്ക് കൊടുത്തോ എന്ന വിഷയത്തിലേക്ക് ഈ ചർച്ച ഒതുക്കാതെ ഇത് വേറൊരു ഏജൻസി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇതിന്റെ പേരിൽ വേറെ പണം വന്നിട്ടുണ്ടോ? ഈ അക്കൗണ്ടിലേക്ക് എത്ര പണം വന്നിട്ടുണ്ട്? ഇവർ കൊടുത്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല? ഏത് രീതിയിലാണ് ഇത് ഈ പറഞ്ഞ പോലെ ഈ പണം വന്നിരിക്കുന്നത് വേറെ റിയൽ എസ്റ്റേറ്റ് വഴിയിലോ എല്ലാം പോയിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ യൂത്ത് ലീഗ് നമ്മൾക്ക് പറയണം, ഇത്ര രൂപ വന്നിട്ടുണ്ട്, ഇത്ര രീതിയിൽ ഞങ്ങൾ കൊടുത്തു. അവരത് കൊടുത്തു എന്ന് പറയാനുള്ള അവരുടെ അക്കൗണ്ട് നമ്മൾക്ക് റിവീൽ ചെയ്യാൻ മടിക്കുന്നിടത്തോളം കാലം ഞാൻ പറയുന്ന സംശയത്തിന്റെ നിഴലിൽ കൂടെ മാത്രമേ അവരെ നോക്കിക്കാണാൻ കഴിയത്തുള്ളൂ. അത്രത്തോളം കാലം അവരത് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ 100% ഉറപ്പിച്ചു പറയും. ശരി, ശ്രീ അബ്ദുള്ള, നോക്കൂ, പള്ളികളിൽ പോലും പറഞ്ഞ് ഈ ഫണ്ട് പിരിവ് നടന്നൊരു സംഭവമാണ് ഈ ആസിഫയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ നിയമ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള, നിയമ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഫണ്ട് പിരിവ്. അത്രമേൽ വലിയ രീതിയിൽ ഒരു സമൂഹം മുഴുവൻ ഒരുമിച്ച് നിന്ന ഒരു സംഭവമാണ്. അവിടെ ആ സംഭവം അല്ലെങ്കിൽ അത്രയും മനസാക്ഷിയോടുകൂടി അല്ലെങ്കിൽ സഹതാപത്തോടുകൂടി മനുഷ്യന്റെ നന്മയുണ്ടല്ലോ, ആ നന്മയാണ് ഈ പണമായി പിരിച്ചെടുക്കപ്പെട്ടത്. അതിലാണ് ഇപ്പോൾ വലിയൊരു ആരോപണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ അത്ര ഒരു വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിക്കാൻ തക്ക തെളിവൊന്നും ഇപ്പോൾ നിലവിൽ എന്റെ പക്കലില്ല. പക്ഷേ ഒക്കെ തന്നെയും സംശയത്തിന്റെ നിഴലിലാകുന്ന ഒരു നിലയായില്ലേ ശ്രീ അബ്ദുള്ള ഇവർ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം? തീർച്ചയായും. അതായത് പള്ളികളിൽ നിന്ന് പണം പിരിപ്പിക്കുക എന്നത്, അതായത് അതിന്റെ ആത്മീയമായ പരിവേഷവും ഇത്തരം കാര്യങ്ങളിൽ ധനം ചെലവഴിച്ചാൽ ഉണ്ടാകാവുന്ന പുണ്യവും
അതുകൊണ്ടുള്ള പ്രയോജനം, അതോടൊപ്പം സമുദായം ഇത്തരം ഘട്ടങ്ങളിൽ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും എല്ലാം ഊന്നിക്കൊണ്ടുള്ള പ്രസംഗങ്ങൾക്കും ഉത്ബോധനങ്ങൾക്കും ശേഷമാണ് അത്തരത്തിലുള്ള പണപ്പിരിവ് നടത്തുന്നത്. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളുമുണ്ട്, അത് ഇല്ലാന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പ്രളയത്തിന്റെ സന്ദർഭത്തിൽ മറ്റ് പലതരത്തിലുള്ള ദുരിതങ്ങളെയും മറികടക്കാൻ പള്ളികൾ തന്നെ അങ്ങ് ഒഴിഞ്ഞു കൊടുക്കുകയാണല്ലോ. അന്ന് ഈ കേരളത്തിൽ പ്രളയം ഉണ്ടായ സന്ദർഭത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മുസ്ലിം പള്ളി അങ്ങ് ഒഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ ചോരയും അതും ഇതുമെല്ലാമായി അത് പിന്നെ കഴുകി വൃത്തിയാക്കി അന്നത്തെ ദിവസത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥന അവിടെ നിലമ്പൂർ തൊട്ടടുത്ത സ്ഥലത്ത് അത് റോഡിലേക്ക് കൊണ്ടുപോയി ഇത്രയൊക്കെ വിശാലത ചെയ്യുന്നു. അതുപോലെ തന്നെ പള്ളികളുടെ സ്ത്രീകൾ വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളിലെ യാഥാർത്ഥ്യ വിഭാഗം. അവിടങ്ങളിൽ അന്യ സ്ത്രീകളെ താമസിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണം നൽകുകയും അവർക്ക് ഭക്ഷണങ്ങളും മറ്റുമൊക്കെ ചെയ്ത പാരമ്പര്യം കേരളത്തിൽ ഇപ്പോഴുണ്ട്. ഈ അടുത്ത കാലങ്ങളിൽ നടന്നതാ. അപ്പൊ അത്തരം സ്റ്റേജിൽ വെച്ച് പറയുന്ന പ്രസംഗങ്ങളുടെ ഒരു ഭാഗം എന്തെങ്കിലും ഒരു അന്നത്തെ പ്രവാചകന്റെ വചനം ഒരു കാരക്കയുടെ ഇതിലൊരു കുരുണ്ടാവും. ആ കുരുവിന്റെ നടുവിൽ ഒരു ചെറിയ ഒരു സാധനം ഉണ്ടാവും, ഒരു ചെറിയ സാധനം, എന്താ പറയാന്ന് പറഞ്ഞോളാ, ഒരു നൂല്. ആ നൂലെങ്ങാനും നിങ്ങൾ അപഹരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ പരലോകത്തിൽ അതിൻ്റെതായ കഠിനമായ ശിക്ഷയുണ്ടാവും. രണ്ടാമത്തെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് അദ്ദേഹം ധരിച്ച വസ്ത്രത്തിന് മറ്റുള്ളവരേക്കാൾ അല്പം നീളം കൂടുതൽ. ഉടനെ സദസ്സിൽ നിന്ന് സ്ത്രീ എഴുന്നേറ്റ്, ഖലീഫക്ക് എവിടെ നിന്ന് കിട്ടി ഇത്ര വലിയ വസ്ത്രം? അപ്പൊ അത് എന്റെ മകൾക്ക് കിട്ടിയതിന് ഓരി അവൾ എനിക്ക് തന്നത് ഞാൻ ഇതിൽ തുന്നിച്ചേർത്ത. ഇതെല്ലാം പള്ളിയിലെ പ്രശ്നങ്ങൾ. ഇതെല്ലാം പറഞ്ഞ് പെരുപ്പിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെതായ ആത്മീയമായ ചൈതന്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടുള്ളതായ ഇത്തരം നടപടികൾ അത് ഒരിക്കലും തന്നെ സംഭവിച്ചുകൂടാത്തതാണ്. പ്രത്യേകിച്ച് മതപരമായ ഇത്തരം വേദികളെയും ആത്മീയമായ കേന്ദ്രങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധനശേഖരം നടത്തുന്നവർക്ക് ഇരട്ടി ഉത്തരവാദിത്തമാണുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. യൂത്ത് ലീഗിന്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. ദീപിക കേസ് ഒഴിഞ്ഞതിന് ശേഷം കുടുംബം കേസ് ഏൽപ്പിച്ച അഡ്വക്കേറ്റ് മുബീൻ ഫാറൂഖി മുഖേനയാണ് യൂത്ത് ലീഗ് കേസ് നടത്തിയിരുന്നത്. കുടുംബത്തിന്റെ വക്കാലത്ത് മുബീൻ ഫാറൂഖിക്കായിരുന്നു. ഇങ്ങനെ ഒരു അഭിഭാഷകന് പണം കൊടുത്തു എന്ന് യൂത്ത് ലീഗ് പറഞ്ഞപ്പോൾ അദ്ദേഹം എവിടെ എന്ന വെല്ലുവിളി ഏറ്റെടുത്ത് കഴിഞ്ഞ ദിവസം വക്കീലിനെ കേരളത്തിൽ എത്തിച്ച യൂത്ത് ലീഗ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. എന്നാൽ ഈ അഭിഭാഷകൻ കേസിൽ ഹാജരായിട്ടില്ല എന്നാണ് ഇന്നലെ ദീപികയെ ഉപയോഗിച്ച് പ്രചരിപ്പിച്ച വാർത്ത എന്നൊക്കെ പറയുന്ന ഇവർക്ക് എന്നാൽ അതിന്റെ കണക്ക് ഇത്രയാണ്. ഞങ്ങൾ ഇത്ര പീരിപ്പിച്ചു, ഞങ്ങളെ അല്ല, അതാണ് ശ്രീ ഒ അബ്ദുള്ള. ഇതിലെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് ഇവർ ഇപ്പോൾ ഈ മുബീൻ ഫറൂഖിയെ കൊണ്ടുവരികയോ ഈ ഫോട്ടോ എടുത്ത് പ്രിന്റ് എടുത്ത് കൊണ്ടുവരുന്നതിന്റെ തിരക്കൊന്നുമില്ല. ഇപ്പോൾ നമുക്കെല്ലാം നേരത്തെ ശ്രീ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞാൽ എല്ലാം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആണ്. നമുക്ക് ഒരൊറ്റ പേപ്പറിൽ കാര്യങ്ങൾ തീരുന്നതേ ഉള്ളൂ. ഒരൊറ്റ പേപ്പർ, അതായത് ഇത്ര രൂപ ഞങ്ങൾക്ക് വന്നു, ഇത്ര രൂപ ചിലവായി, ഇത്ര ഞങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്, കഴിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, പി കെ ഫിറോസ് ഒരു ആരോപണം ഉണ്ടായാൽ പി കെ ഫിറോസ് മിനിറ്റിന് വാർത്താ സമ്മേളനം നടത്തുന്ന ഒരാളാണ് പി കെ ഫിറോസ്. പി കെ ഫിറോസ് എവിടെ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി കെ ഫിറോസിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒന്നും പി കെ ഫിറോസ് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവുകയോ അദ്ദേഹം അതിനോട് പ്രതികരിക്കാൻ തയ്യാറാവുകയോ ചെയ്യുന്നില്ല. യൂത്ത് ലീഗിന്റെ നേതാക്കളെ വിളിക്കുമ്പോൾ, മുസ്ലിം ലീഗിന്റെ നേതാക്കളെ വിളിക്കുമ്പോൾ ഒക്കെ തന്നെയും ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന നിലയുണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? നോക്കൂ, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ വളരെ ദൈവികമായ ഒരു വിശ്വാസത്തിന്റെ ഒക്കെ തന്നെയും കൂട്ടുപിടിച്ച് നടത്തിയ ഒരു പണപ്പിരിവിലാണ് ഇത്രമേൽ വലിയ ആക്ഷേപം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ഒ അബ്ദുള്ള. അല്ല, തീർച്ചയായും അത് ഉത്തരവാദിത്തം. ഞാൻ പറയുന്നത് ഇതിന് ആരോപിതരായ വ്യക്തികളെ സംശയത്തിന്റെ ഇതിൽ നൽകിക്കൊണ്ട്, അല്ല, സംശയത്തിന്റെ അകറ്റപ്പെടുന്നത് വരെ ഒരു സസ്പെൻഡ് ചെയ്യണം പാർട്ടിയിൽ നിന്ന്. എന്നിട്ട് വസ്തുനിഷ്ഠമായ കൃത്യമായ യാതൊരു തരത്തിലുള്ള പക്ഷപാതിത്വം കൂടാത്ത ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം അവർ തെറ്റുകാരല്ലെങ്കിൽ അവരെ തിരിച്ചെടുക്കണം. വേറെ PSCന്റെ നിയമനമൊന്നും അല്ലല്ലോ ഇത്, പാർട്ടി ഭാരവാഹിത്തല്ലേ. അഥവാ അവർ തെറ്റുകാരാണെങ്കിൽ ഇത്തരം ആൾക്കാര് സമുദായത്തിന് നേതൃത്വം നൽകാൻ മുമ്പോട്ട് വരരുത്. അവർ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ശരി, ശ്രീ സുഭാഷ് ചന്ദ്രൻ, നോക്കൂ, ശ്രീ ലാൽകുമാർ നേരത്തെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും വിദേശ ഫണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാമല്ലോ, പലപ്പോഴും ഈ വിദേശ ഫണ്ടൊക്കെ വെളുപ്പിക്കാനായി പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ ചാരിറ്റി വഴി വരുന്ന പണമൊക്കെ തന്നെയും പലപ്പോഴും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ രീതിയിലൊക്കെ ഈ വിഷയത്തിലും ചില സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ടോ ശ്രീ സുഭാഷ് ചന്ദ്രൻ? അപർണ, ഈ നേരത്തെ ഒ അബ്ദുള്ളയും ലാലും ഒക്കെ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇത് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ അവർ വളരെ ആത്മാർത്ഥമായാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റു സംഘടനകളുടെ പ്രവർത്തകർ, താഴേക്കിടയിലുള്ള പ്രവർത്തകർ വളരെ ആത്മാർത്ഥമായി അവരെ സഹായിക്കുക, ഇരകളെ സഹായിക്കുക എന്നുള്ള വളരെ ആത്മാർത്ഥമായാണ് അവർ ചെയ്യുന്നത്. അവർ അവിടെ നിന്നും ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ക്രമക്കേടും നടക്കുന്നില്ല.
ഇത് വരുന്നത് ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയായ ഒരു വിഭാഗം ആളുകൾ, ഇത് അവസാനം കേന്ദ്രീകരിക്കുന്ന ഇതിന്റെ ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിന്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരികയും ഇത്തരത്തിലുള്ള ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവരാണ് ഇതിനകത്ത് പ്രതിയാക്കപ്പെടുന്നത്. ബാക്കി ഈ പള്ളിയിൽ നിന്ന് ഇരിക്കുന്ന ആളുകളായാലും സംഭാവന ചെയ്യുന്ന ആളുകളായാലും വളരെ ഉത്തമ ബോധ്യത്തോടു കൂടി വളരെ വിശ്വാസപൂർവ്വം കൊടുക്കുന്ന സാധനമാണ്. പക്ഷെ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം. അത് സ്വാഭാവികമായും തുറന്നു കാണിക്കപ്പെടേണ്ടതാണ്. ഒരു സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഓരോ പൊതുപ്രവർത്തകനും വിധേയനാവേണ്ടതാണ്. അത് ആ വിധേയമാവുക തന്നെ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പല ചാരിറ്റി ഓർഗനൈസേഷൻസും പല വ്യക്തികളെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. മറ്റൊന്ന്, യൂത്ത് ലീഗ് ഇപ്പൊ പറയുന്ന, ഞാൻ ഈ ഫോട്ടോ കാണിക്കുന്നു എന്ന് പറഞ്ഞു, ഞാൻ ഫോട്ടോ കാണുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ഞാൻ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ എന്തെങ്കിലും സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ കാണാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 370 കേസ്, കാശ്മീരുമായി ബന്ധപ്പെട്ടുള്ള ഒരു 370 കേസിനകത്ത് ഭരണഘടനാ ബെഞ്ചിൽ വാദം കേൾക്കുമ്പോൾ ആ കേസിന്റെ അന്നത്തെ വാദം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ മലയാള മാധ്യമങ്ങൾ മലയാളികളായ അഭിഭാഷകരോട് ചിലപ്പോൾ ബൈറ്റ് എടുക്കും, അവരോട് അഭിപ്രായം ചോദിക്കും. അതിന്റെ അർത്ഥം അവരാണ് അതിനകത്ത് ഹാജരായി അവർ വാദിച്ചു എന്നുള്ളതല്ല. അല്ലെങ്കിൽ ഇതിനു വേണ്ടി അങ്ങനെ നിൽക്കുന്ന കുറെ അഭിഭാഷകരുണ്ട്. ഇതിന് വന്ന് ഓരോ കേസും വന്ന് ബൈറ്റ് കൊടുക്കാനും വാർത്ത കൊടുക്കാനും അതല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാനും വേണ്ടി നിൽക്കുന്ന കുറെ അഭിഭാഷകരുണ്ട്. അതിന്റെ അർത്ഥം ഇവരാണ് ഈ കേസ്, വളരെ പ്രഗത്ഭരായ അഭിഭാഷകർ വാദിക്കുന്ന കേസ് അവരാരും പുറത്തു വന്ന് ബൈറ്റ് കൊടുക്കുകയൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇതിന്റെ പിന്നീട് ചിത്രങ്ങൾ വരുന്ന സമയത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, ഞാൻ അറ്റൻഡൻസ് ഷീറ്റ് എടുത്ത് കാണിച്ചു തരാം. അറ്റൻഡൻസ് ഷീറ്റ് നമ്മൾ പൊതുസമൂഹത്തിനകത്ത് മുമ്പിൽ വെക്കും. 5ൽ കൂടുതൽ തവണ ഈ മുബീൻ ഫാറൂഖി എന്ന് പറയുന്ന വ്യക്തി കോടതിയിൽ ഹാജരായിട്ടില്ല. അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. കോടതിയിൽ അദ്ദേഹം വന്നത് തന്നെ ഇതാണ്. പിന്നെ ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു സാധനം ദീപിക സിംഗ് രജാവത്തിനെ മാറ്റി എന്ന് പറയുന്നു. ഈ അവർ പുറത്തുവിട്ട ലിസ്റ്റിനകത്ത് തന്നെ ദീപിക സിംഗ് രജാവത്തിന്റെ പേരുണ്ട്. അപ്പൊ ഇതിനകത്ത് വക്കാലത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഞ്ചാബ് മുസ്ലിം ഫെഡറേഷൻ തുടങ്ങി ഒരുപാട് സംഘടനകൾ അവരുടെ ശ്രീ സുഭാഷ് ചന്ദ്രൻ ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി. അതായത് യൂത്ത് ലീഗ് പറയുന്നത് പോലെ വക്കീലന്മാർ എന്നുള്ളത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മുബീൻ ഫറൂഖിക്ക് 10 ലക്ഷം രൂപ കൊടുത്തത് ഈ 5 സിറ്റിംഗിൽ വന്ന് അവിടെ ഇരിക്കാൻ വേണ്ടി ആയിരുന്നു എന്നാണോ ശ്രീ സുഭാഷ് ചന്ദ്രൻ? സ്വാഭാവികമായും അതാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പ്രവർത്തനവും നടത്താൻ കോടതി മുറിക്കകത്ത് വാ തുറക്കാൻ കഴിയില്ല. അത് പ്രോസിക്യൂഷൻ വക്കീലന്മാർക്ക് 4 പേരടങ്ങുന്ന സംഘത്തിന് മാത്രമേ വിചാരണ നടപടികൾ, സാക്ഷികളെ വിസ്തരിക്കാനും വാദമുഖങ്ങൾ അവതരിപ്പിക്കാനും അവസരമുള്ളൂ. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഈ പറയുന്ന പ്രോസിക്യൂഷൻ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോടതി മുറിക്കകത്ത് വന്നിരിക്കുക. അതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അതിന് പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇന്ദിരാ ജയ്സിംഗിനെ പോലെയുള്ള മുതിർന്ന അഭിഭാഷക, അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്ന മുതിർന്ന അഭിഭാഷക സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് സൗജന്യമായാണ്. ഇപ്പൊ ഈ പറയുന്ന കത്വ കേസല്ല, CAA കേസ്, അതുപോലെ തന്നെ ജാമിയ, JNU, അതുപോലെ കർഷക സമരം തുടങ്ങി നിരവധി കേസുകളിൽ ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന സുപ്രീം കോടതിയിലെ അഭിഭാഷകർ ഇത്തരം ഭരണഘടനാ പ്രശ്നങ്ങൾ, കേസുകൾ, മനുഷ്യാവകാശ കേസുകൾ വരുന്ന സമയത്ത് 1 രൂപ പണം വാങ്ങാതെയാണ് കേസ് വാദിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ചർച്ചയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, മുസ്ലിം യൂത്ത് ലീഗ് ഈ കേസ് എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ യൂത്ത് ലീഗിന് വേണ്ടി ഞാൻ സൗജന്യമായി എന്റെ കയ്യിൽ നിന്ന് പണം മുടക്കി ഞാൻ പത്താൻകോട്ടിലോ അതല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ പോയി ഞാൻ ചെയ്തു കൊടുക്കാം. അങ്ങനെ അവിടെയും ഇത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇത്തരം ആളുകൾ സൗജന്യ സേവനം നടത്താൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത്, വളരെ മികച്ച അഭിഭാഷകർ ഉണ്ടാകുന്ന സമയത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള പണം നൽകി? ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണം. സ്വാഭാവികമായി നിങ്ങൾ ഒരു അഭിഭാഷകനെ വെച്ചു, അദ്ദേഹത്തിന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ. കഴിഞ്ഞ ദിവസം നോക്കൂ, ശരിയാണ്, താങ്കൾ ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ശ്രീ ലാൽകുമാർ പറഞ്ഞതുപോലെ ഈ വന്നു പോയിരിക്കുന്ന പണമുണ്ടല്ലോ, ഈ അക്കൗണ്ടിലേക്ക് വന്നു പോയിരിക്കുന്ന പണത്തിൽ ഒരു ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഇപ്പോൾ അവർ ഈ പാലിക്കുന്ന മൗനം, ഇതൊക്കെ എല്ലാം കൊണ്ടും സംശയത്തിന്റെ നിഴലിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു അവസ്ഥയല്ലേ ശ്രീ സുഭാഷ് ചന്ദ്രനുള്ളത്? അപർണ, ഞാൻ അതാണ് സൂചിപ്പിച്ചു വന്നത്. ഇപ്പൊ ചന്ദ്രിക പത്രത്തിൽ ഇവരുടെ തന്നെ ഒരു വാർത്ത എന്ന് പറഞ്ഞത് വസ്തുതയാണോ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന ഇരയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ കൈമാറി എന്ന് പറയുന്ന ഒരു വാർത്ത വന്നു എന്നുള്ള ഒരു സാധനം, അതിന്റെ സ്ക്രീൻഷോട്ടുകളും അല്ലെങ്കിൽ വാർത്തയുടെ ഫോട്ടോ ഒക്കെ എന്റെ ഫോണിലും വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നീട് അവർ പറയുന്നത് ഇപ്പൊ 5 ലക്ഷമായി, 25 ലക്ഷം കൊടുത്തു എന്ന് പാർട്ടി മുഖപത്രത്തിനകത്ത് വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത്തരം ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ 5 ലക്ഷത്തിലേക്ക് എത്തുന്നു? ഇപ്പൊ ആദ്യം ഇവർ പറഞ്ഞത് 9,36,000 രൂപ ഞങ്ങൾ അഭിഭാഷകന് കൊടുത്തു. അപ്പൊ ഇന്നലെ വ്യക്തമാക്കി, ഇന്നലെ ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത്, എനിക്ക് തോന്നുന്നത് വേറൊരു മറ്റൊരു ചാനലിന്റെ ചർച്ചയ്ക്കകത്ത് CK സുബൈർ പറഞ്ഞത് 7,36,000 ഞങ്ങൾ അവിടെ കൊടുത്തു, 2 ലക്ഷം രൂപ ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തു. അപ്പൊ ഇത് പറയുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇന്നലെ കുട്ടിയുടെ അച്ഛന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്ന സമയത്ത്
ഞങ്ങൾ ആദ്യം 5 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇല്ല, ഞങ്ങൾ ഘട്ടം ഘട്ടമായാണ് കൊടുത്തത്. അപ്പൊ ഈ പറയുന്നതിൽ നിന്ന് പുറകോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്, പറയുന്നത് മണിക്കൂറുകൾക്കകം പിന്നെ പൊളിഞ്ഞ് പോകുന്ന ഒരു ചീട്ടുകൊട്ടാരം പോലെ ഇവരുടെ ഈ വാദമുഖങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതിനകത്ത് എന്ത് താല്പര്യമാണ്, എന്താണ് ഇവർക്ക് മറയ്ക്കാനുള്ളത്? ആ ചോദ്യമാണ് ഉയർന്നു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ വിദേശങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ വരികയും അത് ഈ പറയുന്ന ഹവാലയുടെയോ അതല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലിന്റെയോ ഒക്കെ ഭാഗമായി മാറുന്ന ഇത്തരം സംഘടനകൾ മാറുന്നുണ്ടോ, ഇതിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മുടെ സമൂഹം ഗൗരവമായി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ തുറന്നു കാണിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായും. ശ്രീ ലാൽകുമാർ, ഈ ഫണ്ട് വിവാദത്തിൽ ഇത് ലീഗ് പെടുന്നത് ആദ്യമായല്ല. നമുക്കറിയാമല്ലോ, ഗുജറാത്ത് റയട്ട് ഫണ്ട് ഉൾപ്പെടെയുള്ള നിരവധിയായ ഫണ്ട് വിവാദങ്ങൾ, KT ജലീൽ എങ്ങനെയാണ് പുറത്തു പോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് പലപ്പോഴും ഈ ദുരന്തങ്ങളെ എങ്ങനെയാണ് ഇവർ ക്യാഷ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ഒരു ഗുരുതരമായ ആക്ഷേപമുണ്ടല്ലോ, ഈ വിദേശ ഫണ്ട് ഇത് ബ്ലാക്ക് വൈറ്റ് ആക്കുന്നതിനായി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള വഴികൾ, ഇതൊക്കെ നമുക്കൊരു ആക്ഷേപമായി നിലവിൽ ഉന്നയിച്ചു പോകാനേ വഴിയുള്ളൂ. അതിനും അപ്പുറത്തേക്ക് നമ്മുടെ പക്കൽ തെളിവുകളൊന്നുമില്ലല്ലോ. പക്ഷേ നോക്കൂ ശ്രീ ലാൽകുമാർ, അതിനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന കൂടിയാണ് യൂത്ത് ലീഗ്. അങ്ങനെ ഒരു ആരോപണ മുന്നയിലും അല്ലെങ്കിൽ സംശയത്തിന് മുന്നയിലൊക്കെ അത്രയും വലിയ രീതിയിൽ, അത്രയും വലിയൊരു ഗ്രാവിറ്റിയിൽ നിർത്തേണ്ട കാര്യമുണ്ടോ ശ്രീ ലാൽകുമാർ? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം, ഒരു പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചില ബാധ്യതകളുണ്ട്. നിങ്ങൾ നോക്കൂ, യൂത്ത് ലീഗിന്റെ നേതാവാണ് ഫിറോസ്. ഫിറോസ് കഴിഞ്ഞ ഒരു 3 മാസത്തിനുള്ളിൽ എത്ര വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടാവും? കേരളത്തിൽ എത്രമാത്രം വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടാവും? അദ്ദേഹം പല കാര്യത്തിനെ കുറിച്ചും ധാർമ്മികതയെ കുറിച്ച് അദ്ദേഹം എന്തോരം വിളമ്പിയിട്ടുണ്ടായിരിക്കും നമ്മുടെ മുന്നിൽ, ഇല്ലേ? അദ്ദേഹം എത്രയോ ധാർമ്മികതയെ കുറിച്ച് വിളമ്പുന്ന ആളാണ്. ധാർമ്മികതയെ കുറിച്ച് വിളമ്പുന്ന ആൾക്ക് ആ ധാർമ്മികത ഉണ്ടായിരിക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഫിറോസുമായിട്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഫിറോസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വ്യക്തി, അതുമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. ആ ഉത്തരവാദിത്വം അദ്ദേഹം കൃത്യമായി നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അതിനെക്കാട്ടിൽ ഉപരി എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് യൂത്ത് ലീഗിന്റെ പ്രശ്നം മാത്രമല്ല. കാര്യം മുസ്ലിം ലീഗ് ഇതിനകത്ത് എന്താ അവരുടെ ഉത്തരവാദിത്വം എന്താണ്? കാര്യം അവരുടെ ഒരു യുവജന സംഘടന ഈ തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ തോന്നിവാസവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായി ഇടപെട്ട് ഈ പറയുന്ന ആൾക്കാരെ തിരുത്താനുള്ള ബാധ്യത അവർക്കില്ലേ? അതവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അവരാരും മിണ്ടുന്ന പോലും കാണുന്നില്ല. പാണക്കാട്ട് തങ്ങൾക്ക് ഇവരുടെ ആത്മീയ അധ്യക്ഷനല്ലേ, അദ്ദേഹത്തിന് ഇടപെടണ്ടേ? മുസ്ലിം ലീഗിന്റെ ആളല്ലേ അദ്ദേഹം ഇടപെടുന്നുണ്ടോ? അതാണ് അബ്ദുള്ള ചോദിച്ചത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു ഒരു വല്ലാത്തൊരു കോൺസ്പിറസി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് പണം വന്നിരിക്കുന്നതും പോയിരിക്കുന്നതിനെ കുറിച്ചും ഈ പറയുന്ന ആൾക്കാർക്ക് ധാരണയുണ്ടോ? ധാരണ ഉള്ളത് കൊണ്ടാണോ ഇവർ മിണ്ടാതിരിക്കുന്നത്? അല്ല എങ്കിൽ സത്യസന്ധമായിട്ടല്ല ഇവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ശ്രീ അബ്ദുള്ള പറഞ്ഞതുപോലെ ഇവരെ അങ്ങ് മാറ്റി നിർത്തിയാൽ പോരെ? ഈ ലോ ഇടിഞ്ഞു വീഴത്തൊന്നുമില്ലല്ലോ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി ഇതോടുകൂടി നശിച്ചു പോവോ ഈ ഒറ്റ കാരണത്താൽ? ഇല്ല. ഈ പറഞ്ഞ കള്ളം കാണിച്ചവരെ മാറ്റി നിർത്തിയാൽ പോരെ? അപ്പൊ കള്ളം കാണിച്ചു എന്ന് അക്നോളജ് ചെയ്യേണ്ട ഒരു സ്ഥിതി വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവർക്ക് എന്തെങ്കിലും വിളിച്ചു പറയാനുണ്ടെങ്കിലോ? യൂത്ത് ലീഗിന് എന്തിനാണ് ഇത്രയും പൈസ? ഈ നേതാക്കന്മാർക്കല്ലേ, നേതാക്കന്മാരും ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നവർക്കൊക്കെ അല്ലേ പണത്തിന്റെ ആവശ്യം? അപ്പൊ ഈ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇവർക്ക് ദ ബക്ക് സ്റ്റോപ്സ് അറ്റ് ഹും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആരിലാണ് ഈ റെസ്പോൺസിബിലിറ്റി വന്ന് നിൽക്കുന്നത്? ഈ പറയുന്ന യൂത്ത് ലീഗിനെ മറയാക്കി ബാക്കിയുള്ളവർ വേറെന്തെങ്കിലും നേടിയതാണെങ്കിലോ ഇങ്ങനെയുള്ള എല്ലാ ആരോപണങ്ങളും ഞാൻ ഉന്നയിക്കും. എനിക്ക് ഒരു സംശയമില്ല, ഞാൻ ഉന്നയിക്കും. കാര്യം ഉന്നയിക്കുന്നതിന് കാരണം അല്ലെങ്കിൽ അവർ മര്യാദയ്ക്ക് മറുപടി പറയണം. ശരി, അതാണ്, അതിന് മറുപടി വേണം. ഈ മറുപടിയിൽ ഇല്ലാതെ ഇവർ ഈ മൗനം അവലംബിക്കുന്നിടത്തോളം കാലം സ്വാഭാവികമായും യൂത്ത് ലീഗ് സംശയത്തിൽ തന്നെ നിൽക്കും. ശ്രീ അബ്ദുള്ള, നോക്കൂ, ഇപ്പോൾ ശ്രീ ലാൽകുമാർ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അനിയന്മാരും ചേട്ടന്മാരും ആണല്ലോ യൂത്ത് ലീഗും മുസ്ലിം ലീഗും. മുസ്ലിം ലീഗ് ഇതിന് ഉത്തരം പറയണ്ടേ? മുസ്ലിം ലീഗ് ഇതിലൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അല്ലാതെ പിള്ളേർ ചെയ്ത തമാശയൊന്നും അല്ലല്ലോ. വലിയ രീതിയിൽ, പ്രത്യേകിച്ചും അതാണ് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഒക്കെ തന്നെയും വലിയ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തി പണം പിരിച്ചൊരു സംഭവമാണ്. മുസ്ലിം ലീഗിനും കൂടി ഇതിൽ ഉത്തരവാദിത്തമില്ലേ? മുസ്ലിം ലീഗും കൂടി ഇതിൽ മറുപടി പറയണ്ടേ ശ്രീ അബ്ദുള്ള? അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തങ്ങൾമാർ എന്ന് പറയുന്ന വിഭാഗത്തിന് ഒരു വിശുദ്ധിയുണ്ട്. പ്രവാചകന്റെ അനന്തരാവകാശികളാണ്. അതൊക്കെ ചരിത്രപരമായി ചോദ്യം ചെയ്യപ്പെടുന്നതും ചിലപ്പോഴൊക്കെ മറുപടി ഇല്ലാത്തതുമാണ്. അതിന്റെ ആ ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ പരമ്പരാഗതമായി വരുന്നതായി തങ്ങന്മാർ അവർ തെറ്റ് ചെയ്യുകയില്ല. അവരുടെ സാന്നിധ്യം ഉണ്ടായാൽ തന്നെ എല്ലാ കാര്യങ്ങളും സംശുദ്ധമാകും. ഉദാഹരണം, ഇപ്പോൾ ഒളിമ്പിക്സ് കാണാൻ വേണ്ടി മുനവർ അലി ശിഹാബ് തങ്ങൾ പോയിരുന്നു. അപ്പോൾ അത് ആ ഒളിമ്പിക്സ് വളരെ അനുഗ്രഹീതമായ ഒന്നായി എന്നുവരെ ഞങ്ങൾ തമാശ അങ്ങോട്ട് അവർ പറയാറുണ്ട്. എന്തു തന്നെയായാലും ഇതിലുള്ളതായ ആ ഒരു വിശ്വാസത്തെ, അന്ധവിശ്വാസത്തെ പരമാവധി ചൂഷണം ചെയ്യാം. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല, അവരുടെ കാലിനടിയിൽ നിന്ന് മണ്ണ് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്.
മുസ്ലിം സമുദായത്തിൽ ഇതര സംഘടനകൾ തഴച്ചു വളരുന്നു. അവരെപ്പറ്റി എന്ത് ഭീകരതയോ മറ്റോ തീവ്രതയോ ആരോപിച്ചാൽ പോലും, ഉദാഹരണമായി ജമാഅത്തെ ഇസ്ലാമി ജനപിന്തുണ വളരെ കുറഞ്ഞ ഒരു ചെറിയ വിഭാഗമാണെങ്കിൽ പോലും അവര് വിഷയം 2016 എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തി വലിയ തോതിലുള്ളതായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ആശുപത്രി സ്ഥാപിക്കലും വികസന പ്രവർത്തനങ്ങളും വടക്കേന്ത്യയിൽ നടത്തി. പിന്നീട് അത് 2016 എന്നുള്ള എക്സ്റ്റെൻഡ് ചെയ്ത് 2026 മറ്റോ ആക്കി മാറ്റി. അതോടൊപ്പം തന്നെ കേരളത്തിൽ നമ്മൾ കണ്ടാൽ അവരുടെ ഒരു ഈ ചാനൽ, ആ ചാനലിലെ കെട്ടിടവും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ മറ്റെല്ലാ സംഘടനകളെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ്. അതോടൊപ്പം തന്നെ അവർക്ക് നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ പത്രം നടത്തി കൊണ്ടുപോകുന്നു. അതേ അവസരത്തിൽ മുസ്ലിം ലീഗ് കണ്ട ജനങ്ങളുടെ മുഴുവനും പിന്തുണയും പണവും ഉണ്ടായിട്ട് ഒരു ദിനപത്രം നടത്താൻ വേണ്ടി ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പലപ്പോഴും അവിടെ പണിമുടക്കും തൊഴിലും ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാശത്തിലേക്കാണ് തങ്ങളുടെ സംഘടന പോകുന്നത്. വെറും തങ്ങന്മാർ എന്ന ഒരു മേൽവിലാസം എഴുതി വെച്ചത് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് അവർ മനസ്സിലാക്കാഞ്ഞിട്ട് സമയം വൈകിയിരിക്കുന്നു. ഹാദിയ എന്ന് പറയുന്നത് അഖില, അന്നത്തെ അല്ലെങ്കിൽ അഖില എന്ന് പറയുന്ന ഹാദിയ, ആ പെൺകുട്ടിക്ക് വേണ്ടി 20 മിനിറ്റ് കൊണ്ട് ഇവിടുത്തെ SDPI അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് അവർ 88 ലക്ഷം ഉറുപ്പിക പള്ളികളിൽ നിന്ന് പിരിച്ചു. എന്നിട്ട് ഓരോ പള്ളിയിൽ നിന്നും കിട്ടിയ കാശ് എത്രയാന്നുള്ളത് എല്ലാ കൃത്യ കണക്ക് ഓരോ പള്ളിയുടെ ചുമരുമരും ഒട്ടിച്ച് അവിടെ വെച്ചു. അങ്ങനെ ആ കാശ് കൊണ്ടാണ് അവർ സുപ്രീം കോടതി പോയത്. അതേ സ്ഥാനത്ത് മുസ്ലിം ലീഗ് വിചാരിച്ചാൽ അത് കഴിയില്ല, അഥവാ മുസ്ലിം ലീഗിന് അത്തരത്തിലുള്ളതായ കൃത്യതല്ല. അതുകൊണ്ട് തന്നെ മറ്റ് സംഘടനകൾ അവരെ പറ്റി വേറെ എന്ത് ആരോപണങ്ങൾ പറഞ്ഞാലും മറ്റ് സംഘടനകൾക്ക് വളരാനുള്ളതായ വഴിയൊരുക്കിയാണ് ഇത്തരത്തിലുള്ളതായ പ്രവൃത്തിയിലൂടെ യൂത്ത് ലീഗ് മനസ്സിലാക്കുന്നത് എന്നത് ആര് തിരുത്തും. നോക്കൂ, ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് മറ്റൊരു തരത്തിലുള്ള ആക്ഷേപങ്ങളുമില്ല. മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് ഉണ്ടാകേണ്ട ഒരു പാർട്ടി തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് മറ്റൊരു തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിക്കാൻ തയ്യാറുമല്ല. പക്ഷെ നോക്കൂ, ആര് തിരുത്തും? ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ തുടരെ ഉണ്ടാകുമ്പോൾ യൂത്ത് ലീഗ് ചെയ്തു എന്ന് പറയുകയും യൂത്ത് ലീഗിന്റെ കോർട്ടിലേക്ക് മാത്രം പന്ത് തട്ടിക്കൊടുക്കുകയും ചെയ്യുന്നതാണോ ശരിയായ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി ചെയ്യേണ്ടത്? ശ്രീ അബ്ദുള്ള, അല്ലല്ലോ. മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിഷ്ക്രിയമായിരിക്കുന്നത്? സ്വാഭാവികമായും മുസ്ലിം ലീഗ് നേതാക്കളിലേക്ക് കൂടി ആക്ഷേപങ്ങൾ വരില്ലേ ഇങ്ങനെ പോയാൽ? അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരൊറ്റ നിഷേധം, എന്നിട്ട് അത് ചർച്ച ചെയ്യാതെ അങ്ങ് ഒട്ടകപക്ഷിയെ പോലെ ഇത് മണൽ പൂഴ്ത്താനുള്ള ശ്രമം നടത്തി. പക്ഷെ അതിലവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ജനം അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങോ അതിൻ്റെതായ രീതിയിൽ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ സോഷ്യൽ ഓഡിറ്റിംഗ് തന്നെ അതിന്റെ ഭാഗമായിട്ടായത്. ഒരു മറുപടി പറയേണ്ടി വരും. പറയാതെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. തീർച്ചയായും മറുപടി പറയുക തന്നെ വേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ സുഭാഷ് ചന്ദ്രൻ, അവസാനമായി ഇപ്പോൾ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് മൗനം അവലംബിക്കുകയാണ്. എത്ര ദിവസം ഈ മൗനം തുടരും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഈ മുബീൻ ഫറൂഖി എന്നുള്ളത് മാത്രമാണോ ഈ വിഷയത്തിൽ? ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് രേഖകൾ പുറത്തു വരാനുണ്ട്. 1 കോടി രൂപ പിരിച്ചെടുത്തു എന്നുള്ളതാണ് നേരത്തെ യൂസഫ് പടനിലം എന്ന ഒരു മുൻ നേതാവ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു നേതാവ് പറഞ്ഞത് 1 കോടി രൂപ വരെ ഉണ്ടാവാം എന്നതാണ്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, താങ്കളുടെ അറിവിൽ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ യൂത്ത് ലീഗ് പണം നൽകിയതായി താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ധാരണകളുണ്ടോ? സ്വാഭാവികമായും അപർണ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ നമ്മൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ ബന്ധപ്പെടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ വളരെ ചുരുങ്ങിയ തുക മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ അവർക്ക് മറ്റു സംഘടനകളിൽ നിന്ന് പല സംഘടനകളിൽ നിന്നായിട്ട് സഹായം ലഭിച്ചിട്ടുണ്ട്. അതൊരു നാടോടി കുടുംബമാണ്. അവർക്കൊരു നാടോടി കുടുംബമായതുകൊണ്ട് തന്നെ ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് 25,000 രൂപയോ 50,000 രൂപയോ ഒക്കെ അവരെ സംബന്ധിച്ച് വലിയ തുകയാണ്. നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും ഈ യൂത്ത് ലീഗിന്റെ ഈ ഫണ്ടിലേക്ക് 25,000 50,000 ലക്ഷങ്ങളോ സംഭാവന ചെയ്യുക. പക്ഷെ ആ കുടുംബത്തെ സംബന്ധിച്ച് ഒരു സംഘടന വന്ന് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭാവനയായി കരുതുന്ന ഒരു കുടുംബമാണ്. അത്ര പാവപ്പെട്ട ഒരു കുടുംബമാണ്. സ്വാഭാവികമായും പല രീതിയിൽ അവർക്ക് പല സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് ബോധ്യമുള്ള കാര്യം, എനിക്ക് വ്യക്തമാകുന്നത് ഈ പറയുന്ന 5 ലക്ഷം രൂപ പോലും അവർക്ക് ലഭിച്ചിട്ടില്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള കാര്യമാണ് എനിക്ക് ബോധ്യമുള്ളത്. അത് കൃത്യമായി വസ്തുതാപരമായി കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ അതിനാവശ്യമായ രേഖകളും അതിനാവശ്യമായുള്ള ഇത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഇതിനകത്ത് ഈ ലിറ്റിഗേഷൻ, ഈ നിയമ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ക്രമക്കേട്, ഇല്ലെങ്കിൽ ഇത്തരം പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ചില കേസുകൾക്കകത്ത് നിയമസഹായത്തിന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡൽഹി കലാപം നടക്കുന്നു. ആ കലാപത്തിനകത്ത്
പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് കേസ് നടത്താൻ വേണ്ടി നിയമസഹായം ആവശ്യം വരും. കാരണം സ്വാഭാവികമായും പ്രോസിക്യൂഷൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ആളുകൾ അവരെ പ്രതി ചേർത്ത് പിന്നെ സർക്കാരിന്റെ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ പിന്നെ വേട്ടയാടുകയാണ്. അപ്പൊ അവർക്ക് നിയമസഹായത്തിന് വേണ്ടി ചിലപ്പോൾ സാമ്പത്തിക സഹായം വേണ്ടി വരും. പക്ഷെ ഇതുപോലെ ഇരകൾ പ്രോസിക്യൂഷന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് അവിടെ പ്രോസിക്യൂഷൻ മാത്രമേ റോളുള്ളൂ. പിന്നെ ഈ സാമ്പത്തിക സഹായം ആവശ്യമായി വരുന്നത് ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കോ വരുന്ന സമയത്താണ്. അവിടെ സഹായിക്കാൻ തയ്യാറായി മനുഷ്യാവകാശ പ്രവർത്തകരായ വളരെ മികച്ച അഭിഭാഷകർ ഒരുപാട് പേരുണ്ട് സൗജന്യ നിയമസഹായത്തിന് നൽകാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ പേരിൽ നമ്മുടെ സമൂഹത്തിനകത്ത് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട്. ആ തട്ടിപ്പുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഭാവിയിലെങ്കിലും ഇത്തരം തട്ടിപ്പുകൾ തുറന്നു കാണിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ ഇക്കാര്യങ്ങൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കേസുമായി തീർച്ചയായും എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തത്. യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നുവെങ്കിൽ പോലും ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. എന്തായാലും ഇതിനുള്ള ഉത്തരം ലഭിച്ചേ മതിയാകും. പ്രത്യേകിച്ചും മനുഷ്യ നന്മയാണ് ക്യാഷ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്കൊരു അവിശ്വാസം ഉണ്ടാകാൻ പാടില്ല. തങ്ങൾ കൊടുക്കുന്ന പണം അത് ഇരകളുടെ കൈകളിലേക്ക് തന്നെ എത്തണം എന്നുള്ളത് ഉറപ്പാക്കണം. ആ ഒരു ഉത്തരവാദിത്തം കൂടി പൊതുസമൂഹത്തിനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. വളരെ നന്ദി ശ്രീ സുഭാഷ് ചന്ദ്രൻ, ലാൽകുമാർ, ഒപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഒ അബ്ദുള്ള.